ഹേ ഗൈസ് വെൽക്കം ആൾ. സോ നമ്മൾ ഇന്ന് പാത്ത് ഓഫ് ഇവല്യൂഷൻ ചാപ്റ്റർ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ വരാനായിട്ടുണ്ട്. സോ എക്സാംസ് വരുന്നതിൻ്റെ അടുത്തായിട്ട് നമ്മൾ പാത്ത് ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ പോലെ, ദാറ്റ് ഈസ് പെട്ടെന്ന് നമ്മൾ ഒറ്റൊരു സെക്ഷനിൽ നമ്മൾ ഫുൾ ചാപ്റ്റർ അങ്ങ് കവറപ്പ് ചെയ്യുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വരിക എല്ലാവരും കൂടിയിട്ട്. എന്നിട്ട് നമുക്ക് വേഗം എന്ത് ചെയ്യാം, പാത്ത് ഓഫ് ഇവല്യൂഷൻ ചാപ്റ്റർ നമുക്ക് വേഗം പ്രൊസീഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ആസ് യു നോ ദാറ്റ് പാത്ത് ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ലൈവായിട്ട് നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓണത്തിൻ്റെ ലൈവ് സെക്ഷനിൽ നമ്മൾ പാത്ത് ഓഫ് ഇവല്യൂഷനെ പറ്റി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് നോട്ട്, ഇനി നമുക്ക് അതിനെക്കുറിച്ച് കുറേ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, സോ പാത്ത് ഓഫ് ഇവല്യൂഷനിൽ ആസ് യു നോ, പാത്ത് ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ടും നമ്മൾ ഇവല്യൂഷണറി തിങ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഹൗ ദ ഇവല്യൂഷൻ ഇസ് ബീൻ പ്രൊസീഡഡ് ബൈ ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുകൾ അതിനെപ്പറ്റി കുറച്ച് ഇവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അവരുടെയൊക്കെ റീസൺസ് എന്താണ്, അവരെന്തൊക്കെയാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ വി ആർ ഗോണ ഫെമിലറൈസ് വിത്ത് വാട്ട് ഈസ് ലാമാർക്കിസം, ഡാർവിനിസം, പിന്നെ അതേപോലെ തന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഹൗ ഡു ദേ എൻ്റർ ഇൻ ടു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിലേക്ക് എങ്ങനെയാണ് എത്തിയത്. ആൻഡ് ദെൻ ഹൗ വി ഫൗണ്ട് ഔട്ട് ഫോസൽസ്, എങ്ങനെയാണ് നമുക്ക് എവിഡൻസസ് ഉണ്ടായത്, നമുക്ക് ഇവല്യൂഷണറി വി ആർ ദ കോമൺ ആൻസിസ്റ്റേഴ്സ്, നമുക്കൊരു ആൻസിസ്റ്ററൽ ആയിട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോസൽസ് ഒക്കെയാണ്. സോ ഫോസൽസിൻ്റെ സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ആൻഡ് ദെൻ കമ്മിങ് ഇൻ ടു ദ ന്യൂറോൺ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. സോ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് മോസ്റ്റ് പ്രോബബ്ലി ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അതിൽ വരാൻ വേണ്ടി പോകുന്നത്. ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്, ലേബിൾ ചെയ്യാൻ വേണ്ടി പഠിക്കാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ റിഫ്ലക്സ് ആക്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ സിനാപ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള PYQs ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. സോ ഹോപ്പ് യു ഗൈസ് ഗോണ ഗെറ്റ് എൻ ഐഡിയ ഫ്രം ദിസ് ലൈവ് സെക്ഷൻ. സോ നമ്മൾ ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്തുകൊണ്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു മേജർ ഏരിയാസ് കവറപ്പ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. സോ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാവേം കമൻറ്റ് ബോക്സിൽ മിസ്സിൻ്റെ കൂടെ തന്നെ ആൻസർ ചെയ്യണം. എന്നിട്ട് നമുക്ക് വേഗം നമ്മുടെ ചാപ്റ്റേഴ്സ് പ്രൊസീഡ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, ഹായ്. സോ എല്ലാവരും ചാറ്റ് ബോക്സിൽ റെഡി ആണെങ്കിൽ റെഡി എന്നൊരു കമൻറ്റ് ഇട്ടെ. വേഗം പോയിട്ട് റെഡിയാണ്, ക്ലാസ് കേൾക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടെ. മിസ് നോക്കട്ടെ, എല്ലാവരും റെഡി ആണെന്നൊന്ന് കമൻറ്റ് ഇട്ടെ. എന്നാൽ നമുക്ക് വേഗം മുന്നിലേക്ക് പോവാം. ആൻഡ് ദെൻ എല്ലാവരും പോയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഗ്രൂപ്പ്സിലൊക്കെ പോയി ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് പാത്ത് ഓഫ് ഇവല്യൂഷനിലേക്ക് പോയാലോ? എവറിബഡി റെഡി? എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യും. നമുക്കെന്നാൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, ഹായ്. സോ നമുക്ക് പാത്ത് ഓഫ് ഇവല്യൂഷൻ ചാപ്റ്ററിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മൾ കോൺസെപ്ച്വൽ ആയിട്ട് ഫസ്റ്റ് പഠിക്കേണ്ട ആ ഒരു പോർഷനാണ് ഏതാണ്, നമ്മുടെ ലാമാർക്കിസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സോ വാട്ട് യു നോ ബൈ ലാമാർക്കിസം? ലാമാർക്കിസം എന്താണ്? വാട്ട് യു നോ ബൈ ലാമാർക്കിസം? ലാമാർക്കിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ലാമാർക്കിസം എന്ന് പറയുന്ന തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത്. ലാമാർക്കിസം ഓൾസോ കോൾഡ് ആസ് എന്താണ്, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എന്താണ്, ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റെഡി, എവറിബഡി റെഡിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഓക്കെ, സോ ലാമാർക്കിസം എന്ന് പറയുന്നത് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലൈഫിൽ എക്വയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ലാമാർക്കിസം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലൂടെ ഉള്ളത്. സോ വാട്ട് യു മീൻ ബൈ സർട്ടൻ ക്യാരക്ടേഴ്സ് ഹാവ് ബീൻ എക്വയർഡ് ത്രൂ ജനറേഷൻ? നമ്മളെ ജനറേഷൻസിലൂടെ നമ്മൾ പാസ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ പ്രോജനീസിനൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുന്നു എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, സോ ആസ് യു നോ ദാറ്റ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഈ സയൻറ്റിസ്റ്റ് അയാൾ എന്ത് ചെയ്തു, ഹി പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, എക്വയർഡ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടൊരു ഒരു തിയറി പറഞ്ഞു. ഓക്കെ, ഈ തിയറിയിൽ എന്താണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു ജിറാഫ്സിനൊക്കെ ലോങ് നെക്ക് കിട്ടിയത് എന്തിൻ്റെ ബേസിസിലാണ്, അവർക്ക് ഒരു ക്യാരക്ടർ എക്വയർ ചെയ്തത് ബേസ്ഡ് ഓൺ അവരുടെ ഒരു സർവൈവലിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അത് പറഞ്ഞത് ജിറാഫ്സ് ഒക്കെ എന്തായിരുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ സമയത്തൊക്കെ അവരെന്ത് ചെയ്തു, ദേ വർ ഫീഡിങ് ഓൺ ദ ഗ്രൗണ്ട് ആയിരുന്നു. ഓക്കെ, ദേ വർ ഫീഡിങ് ഓൺ ദ ഗ്രൗണ്ട് ബിക്കോസ് ഗ്രൗണ്ടിലായിരുന്നു കൂടുതലും എന്തുണ്ടായിരുന്നു, അവർക്ക് വേണ്ട ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫീഡ് ചെയ്യുമായിരുന്നു ഉണ്ടായിരുന്നത്.
മിസ് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണോ? അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ചാപ്റ്ററിൽ ഇവല്യൂഷണറി ബേസ് ചെയ്തിട്ടുള്ള വലിയ എസ്എ ക്വസ്റ്റ്യൻസ്, മീനിങ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ന്യൂറോൺസിനെ ബേസ് ചെയ്തിട്ടുള്ള മീനിങ് ലേബലിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേഗം മാർക്ക് സ്കോർ ചെയ്യാനും ഈ ചാപ്റ്ററിനെ കൊണ്ട് പറ്റും. ബിക്കോസ് നമ്മൾ ആ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ മിസ് ഇതിൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ നിങ്ങൾ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ഫെമിലിയറായി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മിസ് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ഈ ഒരു സെക്ഷനിലൂടെ തന്നിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ സോൾവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വലിയൊരു നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ ആണേ? അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ചാപ്റ്റർ. സോ നിങ്ങൾ നോക്കുക. സോ ലാമാർക്കിസം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിറാഫ്സ് ഫസ്റ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? നമ്മുടെ ഗ്രൗണ്ട് പോർഷനിലായിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവിടെ എന്ത് ചെയ്തു? ആ ഒരു ഗ്രൗണ്ട് പോർഷനിലെ ഫുഡൊക്കെ തീർന്നു, ഫുഡ് സ്കാസിറ്റി വന്നു വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ജിറാഫുകൾ എന്ത് ചെയ്തു? ദേ ഓപ്റ്റഡ് ഫോർ ദ ട്രീസ് ആണ്. ട്രീസിലുള്ള ലീവ്സിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഓപ്റ്റ് ചെയ്തു. അങ്ങനെ ഓപ്റ്റ് ചെയ്ത സമയം കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ എന്ത് ചെയ്തു? ചില ജിറാഫുകൾ അവരുടെ നെക്ക് എന്ത് ചെയ്തു? നന്നായിട്ട് സ്ട്രെച്ച് ഔട്ട് ചെയ്തു. ഓക്കെ, ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്, അവരുടെ നീഡ്സിനനുസരിച്ച് എൻവയറമെൻറ്റിൽ ഒരു ചേഞ്ച് വന്നപ്പോൾ അവരുടെ നീഡ് അനുസരിച്ച് അവരെന്ത് ചെയ്തു? അവരുടെ നെക്ക് സ്ട്രെച്ച് ചെയ്തു. അങ്ങനെ നെക്ക് സ്ട്രെച്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ നെക്ക് വളരാൻ തുടങ്ങി. അപ്പോൾ ഓരോരോ ജനറേഷൻ കഴിയും തോറും നെക്കുകൾ നീണ്ട് ജിറാഫ്സിനൊക്കെ വലിയ നെക്ക് വന്നു എന്നാണ് നമ്മുടെ ലാമാർക്ക് പറഞ്ഞത്. ഓക്കെ, ദ ജിറാഫ് നെക്ക് ഇലോങ്ങേറ്റ് ആൻഡ് സ്ട്രെച്ചസ് ഇറ്റ്സ് നെക്ക് ടു റീച്ച് ദ ലീവ്സ് ഫ്രം ദ ഹയർ ബ്രാഞ്ചസ് ഡ്യൂ ടു ദ ഫുഡ് സ്കാസിറ്റി. ഓക്കെ, അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു? അങ്ങനെ ആ ഫുഡ് സ്കാസിറ്റീൻ്റെ ബേസിസിലൂടെ അവർക്ക് എന്ത് സംഭവിച്ചു? ഒരു എക്വയർഡ് ക്യാരക്ടർ ഉണ്ടാവുക ചെയ്തത്. ആസ് എക്വയർഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ മീൻസ് എന്താണ്? ട്രെയ്റ്റ്സ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഗുണങ്ങളാണ്. ഓക്കെ, ചില കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ആ ലൈഫ് ലോങ്ങിൽ അവർക്ക് എന്ത് ചെയ്തു? ഫുഡ് തീർന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? നെക്ക് നീളം വെക്കേണ്ട ആ ഒരു എബിലിറ്റി വന്നു. ആ എബിലിറ്റി കൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു പുതിയ ക്യാരക്ടർ അവർ ലൈഫിൽ നിന്ന് അച്ചീവ് ചെയ്യുക ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ലാമാർക്ക് പറഞ്ഞത്. ഓക്കെ, ലീഡിങ് ടു ദ എമർജൻസ് ഓഫ് ജിറാഫ് വിത്ത് ലോങ് നെക്സ്. അങ്ങനെയാണ് അവർക്ക് ലോങ് നെക്ക് ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. ഹായ് ആൽവിനസ് വേൾഡ് പെൻ. എന്താണ് ആൽവിനസിൻ്റെ ശരിക്കുള്ള പേര് മിസ്സിന് അറിയില്ല. സോ ആൽവിൻ ഹാപ്പി ബർത്ത്ഡേ. ആൽവിൻ്റെ ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. സോ എല്ലാവരും ആൽവിനെ വിഷ് ചെയ്യണം കേട്ടോ. ഓക്കെ, ആൽവിൻ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ലാമാർക്കിസം നിങ്ങൾ എൻ്റെ കൂടെ ഇത് പഠിച്ചിട്ട് പോകണേ, എന്നാലേ നമുക്ക് ആ പാത്ത് ഓഫ് എവല്യൂഷൻ സെറ്റാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം? ലാമാർക്കിസം ക്ലിയർ ആയല്ലോ. സോ അങ്ങനെ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. ഇതിനെ നമ്മൾ ഈ ഒരു തിയറിനെ യൂസ് ഓർ ഡിസ്യൂസ് തിയറി എന്നും കൂടെ പറയാറുണ്ട്. യൂസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗനെ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗൻ ഡെവലപ്പ് ചെയ്യുമെന്നും, ഒരു ഓർഗനെ നമ്മൾ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഓർഗൻ ഡീജനറേറ്റ് ചെയ്തു പോകും, അല്ലെങ്കിൽ നശിച്ചു പോകും എന്നാണ് ഈ ഒരു ലാമാർക്ക് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ലാമാർക്ക് പറഞ്ഞതല്ലാതെ വേറെ എവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സോ ലാമാർക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിറാഫ് നെക്ക് യൂസ് ചെയ്തു, അപ്പം നെക്ക് വളർന്നു. ഓക്കെ, അതേപോലെ ഡിസീസ് തിയറി എന്ന് പറയുമ്പോൾ സ്നേക്ക് ഇല്ലേ, നമ്മുടെ സ്നേക്സ്, പാമ്പ്. ഈ പാമ്പിന് പണ്ട് കാലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഏൻഷ്യൻ ടൈംസിൽ കാലുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? ഇവരെ കാല് യൂസ് ചെയ്യാതെ ഇരുന്നപ്പം അവരുടെ കാലെന്ത് ചെയ്തു? ഡീജനറേറ്റ് ചെയ്തു പോയി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അവരുടെ കാലം എന്തായി പോയി? ഡീജനറേറ്റ് ചെയ്തു പോയി എന്നാണ് പറയപ്പെടുന്നത്. സോ ഒരു ഓർഗൻ യൂസ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ എന്താകും? അത് അവിടുന്ന് കട്ട് ഓഫ് ആയി പോകും, അല്ലെങ്കിൽ അത് അവിടെ ഇല്ലാതെ ആയി പോകും എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. അതന്നെയാണ് യൂസ് ഓർ ഡിസ്യൂസ് തിയറി. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അവിടെ ഉണ്ടാവുകയും, യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അവിടുന്ന് പോവുകയും ചെയ്യും എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. ബട്ട് ഗൈസ്, ദാറ്റ് ഇസ് എൻ അട്ടർ ഫ്ലോപ്പ് കാര്യം അല്ലേ? അതൊരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്? ഇതാരും അത് കോൺസെപ്ച്വലായിട്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊരു ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും എഴുതി തള്ളി. ഓക്കെ, നോബഡി ബിലീവ്ഡ് ലാമാർക്ക്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരാൾക്ക് നന്നായിട്ട് മസിൽ വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ മസിൽ വേണമെന്ന് വിചാരിച്ചാൽ നല്ലോണം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അയാൾക്ക് ഫുൾ മസിൽ വന്നു. ഓക്കെ, ഹി അക്വയർഡ് എ ക്യാരക്ടർ, മസിൽ ഫുള്ളായിട്ട് വന്നു അയാൾക്ക്. ഓക്കെ, ഇനി അയാളുടെ പ്രോജനീസിൽ വരുമ്പോൾ എല്ലാവർക്കും മസിൽ ഉണ്ടാവുമോ? കുട്ടി ജനിക്കുമ്പോൾ അടുത്ത കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് മസിൽ ഉണ്ടാവണ്ടേ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ല. അപ്പം ഈ ഒരു തിയറി എന്താണ്? അട്ടർ ഫ്ലോപ്പ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ലാമാർക്കിസം. ഓക്കെ, സോ എൻവയൺമെൻറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താകും? നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നെക്കിനെയോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിൽ കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ആ ഒരു ഓർഗൻ വലുതാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ നോട്ട് പോസിബിൾ തിങ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി അതൊരു തെറ്റായ ഒരു തിയറി ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഡാർവിൻ വന്നത്. ഹു വാസ് ഡാർവിൻ?
ദ സെക്കൻഡ് സയൻറ്റിസ്റ്റ് കെയിം അപ്പോൺ വാസ് ആരാണ്, നമ്മുടെ ഡാർവിൻ ആണ് വന്നത്. ഓക്കെ, അപ്പോൾ അബൌട്ട് ഡാർവിൻ എന്ന് പറയുമ്പോൾ ഡാർവിൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള തിയറിയുടെ പേരാണ്, എന്താണ് തിയറിയുടെ പേര്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് ഡാർവിൻ പുട്ട് ഫോർവേഡ് ചെയ്തത്. ഓക്കെ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഈ നാച്ചുറൽ സെലക്ഷനിൽ ഡാർവിൻ എന്താണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറാണ് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നേച്ചർ ചൂസ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ എന്നാണ് നമ്മുടെ ഡാർവിൻ പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്താണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നേച്ചർ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ നോക്കുന്ന സമയത്ത് ഏതാണോ നന്നായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചേഞ്ച് എൻവയറമെൻറ്റിൽ കൊണ്ടുവരുമ്പോൾ ആ ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്ത് ആ ചേഞ്ചസിനോട് എന്താണ് കുറച്ചും കൂടി അഡാപ്റ്റീവായിട്ട് നിന്നിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് the nature selects a particular character which survives എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഓവർ ജനറേഷനിൽ ആ ഒരു ട്രേറ്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കും. അതിനൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുന്നേ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഡാർവിൻ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്, ഓർ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എങ്ങനെയാണ് അതിൽ പുട്ട് ഫോർവേഡ് ചെയ്തത് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, സോ അബൌട്ട് ദ തിയറി ഓഫ് എന്താണ് നാച്ചുറൽ സെലക്ഷനിൽ പറയുന്ന സമയത്ത് ഡാർവിൻ ഒരു 1831 ആയപ്പോൾ വെൻ ഹി വാസ് 22 years old ആയിരുന്ന സമയത്ത് ഹി വെൻറ്റ് ഫോർ എ വോയേജ്. ഓക്കെ, ഒരു HMS ബീഗിൾ ട്രിപ്പിന് പോയി. ഓക്കെ, ഒരു 5 year ട്രിപ്പിന് ആൾ ഷിപ്പൊക്കെ എടുത്തിട്ട് പോയി. ഓക്കെ, ആൻഡ് ഹി വെൻറ്റ് ത്രൂ സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ ഗാലപ്പഗോസ് ഐലൻഡ് അങ്ങനത്തെ ആ ഒരു ഏരിയസിൽ കൂടെ അയാൾ എന്ത് ചെയ്തു, ഹി വെൻറ്റ് ഫോർ ദ വോയേജ്. ഓസ്ട്രേലിയ വഴി കൂടെയൊക്കെ അയാൾ ഇങ്ങനെ ട്രാവൽ ചെയ്തു. ആൻഡ് ഓൺ ഹിസ് വോയേജ് ആ ഒരു ട്രാവലിലൂടെ he found out several species of പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ആൾ എന്ത് ചെയ്തു, കണ്ടുമുട്ടാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് ഹി റെക്കോർഡഡ് എവറി സിംഗിൾ തിങ്സ് ഹി ഫൗണ്ട് ഔട്ട് ഇൻ ഹിസ് വേ. അയാളുടെ വേയിലൂടെ അയാൾ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും അയാൾ എന്ത് ചെയ്തു, റെക്കോർഡിക്കലായിട്ട് അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആഫ്റ്റർ 1836 ആയപ്പോഴത്തേക്കും ഹി ഒബ്സർവ്ഡ് ഹിസ് ഇയാൾ റിട്ടേൺ ചെയ്ത് വന്നതിന് ശേഷം ഇയാൾ എന്ത് ചെയ്തു, ഹി ഒബ്സർവ്ഡ് എവറി സിംഗിൾ ഡീറ്റെയിൽ ദാറ്റ് ഹി റോട്ട് അപ്പോൺ ഹിസ് ബുക്കിൽ അയാൾ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, അയാൾ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്തു. ഓക്കെ, ആൻഡ് ഹി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സർട്ടൻ സയൻറ്റിസ്റ്റ് തോമസ് മാൽത്യൂസും പിന്നെ അതേപോലെ തന്നെ ആൽഫ്രഡ് വെല്ലേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ഹിസ് തിയറി വാസ് വെരി അക്യുറേറ്റ് ആണ്, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, അയാളുടെ തിയറീസൊക്കെ അക്യുറേറ്റ് ആണ് എന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റി, കുറച്ചുകൂടെ സ്ട്രോങ് എവിഡൻസസ് കിട്ടാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അബൌട്ട് തോമസ് മാൽത്യൂസ് എന്ന് പറയുന്ന ആ ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് മാൽത്യൂസ് he put forward that എന്താണ്, നോർമലി നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്ന സമയത്ത് അവിടെ ഫുഡ് സ്കാസിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഫുഡ് സ്കാസിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസീസസും പോവേർട്ടിയും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ആര്, നമ്മുടെ തോമസ് മാൽത്യൂസ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. തോമസ് റോബർട്ട് മാൽത്യൂസ് എന്നാണ് അയാളുടെ പേര്. ഓക്കെ, ദിസ് ഇസ് ദ തോമസ് റോബർട്ട് മാൽത്യൂസ്. ഓക്കെ, സോ ദിസ് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു പറഞ്ഞു, ഒരു പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ, ഒരു പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഒരു പോപ്പുലേഷൻ കൂടിയാൽ അവിടെ ഫുഡ് സ്കാസിറ്റി ഉണ്ടാവും. ഫുഡ് സ്കാസിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് എന്താകും, പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യും, ഡിസീസസും പോവർട്ടിയും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് നമ്മുടെ തോമസ് റോബർട്ട് മാൽത്യൂസ് പറഞ്ഞത്. ഓക്കെ, സോ ഹിസ് സ്റ്റഡീസ് ഓൾസോ എന്ത് ചെയ്തു, ഡാർവിൻ ഒരു പെർട്ടിക്കുലർ ഇമ്പാക്റ്റ് അവിടെ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മൾക്ക് വന്ന രണ്ടാമത്തെ സയൻറ്റിസ്റ്റ് ആണ് ആര്, വെല്ലേസ് എന്ന് പറയുന്നത്. സോ വെല്ലേസും എന്ത് ചെയ്തു, ഹി ഓൾസോ എന്ത് ചെയ്തു, സിമിലർ ഐഡിയാസ് കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, ഇവരൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മുടെ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, ഇനി ഒറിജിൻ ഓഫ് സ്പീഷ്യസിൽ അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, where there are favorable traits, ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് അവരുടേതായിട്ടുള്ളൊരു ഫേവറബിൾ ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഹെൽപ്സ് ദ ഓർഗാനിസം ടു സർവൈവ്. ഒരു ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫേവറബിൾ ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ, ആ ഒരു ഓർഗാനിസത്തിൽ ഒരു ഫേവറബിൾ ട്രേറ്റ് ഉണ്ടെങ്കിൽ ആ ട്രേറ്റ് ഉള്ള ആ ഒരു ഓർഗാനിസത്തിനെ നേച്ചർ സെലക്ട് ചെയ്യും. ഓക്കെ, നേച്ചർ വിൽ സെലക്ട് ദാറ്റ് പെർട്ടിക്കുലർ ട്രേറ്റ് ആൻഡ് ദേ വിൽ ഹെൽപ്പ് ദം ടു റീപ്രൊഡ്യൂസ്. എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവും. ഓക്കെ, സോ ആ ക്യാരക്ടർ വിൽ ഗോ ത്രൂ ഔട്ട് ദ ജനറേഷൻസിലൂടെ പാസ് ഔട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ദ നേച്ചർ സെലക്ട്സ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ. അങ്ങനെയാണ് നേച്ചർ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ, ക്ലിയർ അല്ലേ? സോ ദാറ്റ് വാസ് ടോൾഡ് ബൈ ആരാണ്, നമ്മളുടെ ഡാർവിൻ പറഞ്ഞത്. ഓക്കെ, സോ നമ്മുടെ ഡാർവിൻ ശരിക്കും എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലപ്പഗോസ് ഐലൻഡിൽ നമ്മൾക്കൊരു സ്റ്റഡി ഉണ്ട്. ഓക്കെ, സോ ഡാർവിൻസ് ഒബ്സർവേഷൻ ഫെഞ്ചസ് ഓൺ ഗാലപ്പഗോസ്, ഇതിലൂടെയാണ് അയാൾ കൂടുതലും കൺഫേം ചെയ്തത്. അപ്പോൾ ഡാർവിൻ ഫെഞ്ചസ് എന്ന് പറയുമ്പോൾ ഹി റെക്കോർഡിക്കലി ഫൗണ്ട് ഔട്ട് 14 ഡിഫറെൻറ്റ് സ്പീഷ്യസ്, 14 ഡിഫറെൻറ്റ് സ്പീഷ്യസുകളെ അവിടെ കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്, യു നോ ദാറ്റ് ഗാലപ്പഗോസ് ഐലൻഡ് ആണിത്. ഈ ഗാലപ്പഗോസ് ഐലൻഡിൽ അയാൾ എന്ത് ചെയ്തു, ഇയാൾ ഒരു പെർട്ടിക്കുലർ തിങ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഒരു ആൻസിസ്റ്ററൽ ഫിഞ്ച് ഉണ്ടായിരുന്നു. ആ ആൻസിസ്റ്ററൽ ഫിഞ്ചിൻ്റെ ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിച്ചു
കഴിച്ചുകൊണ്ടിരുന്ന ഒരു ആൻസിസ്റ്ററൽ ഫിഞ്ച് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഫുഡിന് സ്കാസിറ്റി വന്നപ്പം അവരെന്ത് ചെയ്തു, പല ബേർഡ്സുകളും പല ഫുഡ് ഹാബിറ്റ്സിലേക്ക് മാറപ്പെട്ടു. ഓക്കെ, പല ആൾക്കാരും പല പല ഫുഡുകൾ കഴിക്കാൻ വേണ്ടി പോയി. ചില ആൾക്കാർ സീഡ് കഴിക്കാനുള്ള പോയി, ചില ആൾക്കാർ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പോയി, ചില ആൾക്കാർ കാക്ടസ് കഴിക്കാൻ വേണ്ടി പോയി, ചില ആൾക്കാർ ഇൻസെക്ട്സ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഓരോരുത്തരുടെയും ഫുഡബിലിറ്റി അല്ലെങ്കിൽ ഫുഡിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ എന്താണ് ആ ഒരു മെക്കാനിസവും അവർ ചേഞ്ച് ചെയ്തു. അപ്പോൾ അവരുടെ ബീക്സിൽ എല്ലാ ബേർഡ്സിൻ്റെയും ബീക്സിൽ ഒരു ചേഞ്ച് കാണാൻ പറ്റി. ചില ബീക്കുകൾ പോയിൻറ്റഡ് ആയിരിക്കും, കുറച്ചും കൂടെ ഷാർപ്പർ ആയിരിക്കും, ചിലത് കുറച്ചുകൂടി ബ്രോഡർ ആയിരിക്കും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റി. ഓക്കെ, സോ ഹി ഫൗണ്ട് ഔട്ട് എന്താണ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്തു ബേർഡ്സിൻ്റെ ബീക്ക് കാണാൻ തുടങ്ങി. അപ്പോൾ ദർ വാസ് എൻ ആൻസിസ്റ്ററൽ ആയിട്ടുള്ളൊരു ഫിഞ്ച് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഈ പുതിയ ചേഞ്ചസ് ഉണ്ടായത്, അല്ലെങ്കിൽ നാച്ചുറലി ആ ഒരു സെലക്ഷൻ അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹിയർ യു ക്യാൻ സി എൻ ആൻസിസ്റ്ററൽ ഫ്രിഞ്ച്. ഓക്കെ, ഇവിടെ നമുക്കൊരു ആൻസിസ്റ്ററൽ ഫിഞ്ചിനെ കാണാം. ഈ ആൻസിസ്റ്ററൽ ഫിഞ്ചിന്ന് എന്ത് ചെയ്തു സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. അതാ സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഞ്ചിനെ കാണാം. ഓക്കെ, അപ്പോൾ അവരുടെ ബീക്ക് കണ്ടോ കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടാണുള്ളത്. ഓക്കെ, കാക്ടസ് ഫിഞ്ചസിനെ കാണാൻ വേണ്ടി പറ്റും, ദ കാക്ടസ് ഈറ്റേഴ്സ്. ഓക്കെ, പിന്നെ അതേപോലെ ഇൻസെക്ട് ഈറ്റേഴ്സ് കണ്ടോ പോയിൻറ്റഡ് ആയിട്ടുള്ള ബീക്സ് ആണ് അവരുടെ. സോ ബീക്സിലുള്ള ഒരു ചേഞ്ചസ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗ്രൗണ്ട് ഫിഞ്ചസിനെ കാണാം, കാക്ടസ് ഫിഞ്ചസിനെ കാണാം, ട്രീ ഫിഞ്ചസിനെ കാണാം. ഗ്രൗണ്ട് ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ സീഡ് ഈറ്റേഴ്സ് ആണ്. കാക്ടസ് ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ ലിവ്സ് ഓൺ ദ കാക്ടസ് അല്ലെങ്കിൽ ഫീഡ്സ് ഓൺ ദ കാക്ടസിനെയൊക്കെ ആയിരിക്കും ഫീഡ് ചെയ്യുക. പിന്നെ അതേപോലെ ഇൻസെക്ട് ഫീഡേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് പല പല ഫിഞ്ചസ് ആക്കിയിട്ട് അവരെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ അപ്പം ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ 5 പോയിന്റ്സ് ആണ് മേജർലി നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ദിസ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഈ ഒരു ഏരിയ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 5 പോയിന്റ്സ് ആണുള്ളത് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഹൗ ദ നേച്ചർ സെലക്ട്സ് ആൻ ഓർഗാനിസം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഓവർ പ്രൊഡക്ഷൻ. ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു പോപ്പുലേഷൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസം പ്രൊഡ്യൂസ് മോർ ഓസ്പ്രിങ് ദാൻ ദ എൻവയൺമെൻറ്റ് ക്യാൻ സപ്പോർട്ട്. ഓക്കെ, ഓസ്പ്രിങ് എന്ത് ചെയ്യും, ഓവർ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഓർഗാനിസത്തിൻ്റെ പോപ്പുലേഷൻ എന്ത് ചെയ്യും, ഓവർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഓവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, വേരിയേഷൻസ് കാണാൻ പറ്റും. വാട്ട് ആർ വേരിയേഷൻ? ചേഞ്ചസ് ഇൻ എ പെർട്ടിക്കുലർ എൻവയൺമെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വേരിയേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഒരു സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേരിയേഷൻ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ വേരിയേഷൻ വെൻ അക്യുമുലേറ്റ് ഇൻ എ പോപ്പുലേഷൻ വിൻ റിസൾട്ട്സ് ഇൻ എന്താണ് പുതിയ വെറൈറ്റി ഓഫ് ഓർഗാനിസത്തിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ വേരിയേഷൻ എന്ന് പറയുമ്പം ഇൻഡിവിജ്വൽ ഷോ ഡിഫറൻസസ് ഇൻ സൈസ്, ഇമ്മ്യൂണിറ്റി, സീഡ് പ്രൊഡക്ഷൻ, ബീക്ക് ഷേപ്പ് എക്സെട്ര. ഇപ്പോൾ തന്നെ നിങ്ങൾ ഗാലപ്പോഗോസ് ഐലൻഡിലെ ഫിഞ്ചസിനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ആൻസിസ്റ്ററൽ ഫിഞ്ച് ഉണ്ടായിരുന്നു എന്ന് മിസ് പറഞ്ഞു. ആ ആൻസിസ്റ്ററൽ ഫിഞ്ചിൽ നിന്നുണ്ടായ വേരിയേഷൻസ് ആണ് പല ഫിഞ്ചസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പം അവരുടെ ഫുഡിനൊരു ചേഞ്ച് വന്നപ്പം അവരുടെ ബീക്കിൽ ചേഞ്ച് വന്നു. ഓക്കെ, അവരുടെ സൈസിൽ ചേഞ്ച് വന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വേരിയേഷൻ ദാറ്റ് യു ക്യാൻ സീ ഓൺ ദ ഗാലപ്പോഗോസ് ഐലൻഡ്. അപ്പോൾ ഗാലപ്പോഗോസ് ഐലൻഡിൽ ഒരു ആൻസിസ്റ്ററൽ ഫിഞ്ചിൽ നിന്ന് കുറച്ചധികം ഡീവിയേഷൻസ് ഓർ വേരിയേഷൻസ് വന്നപ്പോൾ പല 14 ഡിഫറെൻറ്റ് ഫിഞ്ചസിനെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റി. ഓക്കെ, സോ ദ നേച്ചർ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് പല വേരിയേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നേച്ചർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താകും, ഓവർ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ദർ വിൽ ബി നോർമലി കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലേ. സോ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും. വാട്ട് യു മീൻ ബൈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്? എന്താ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? സോ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു പോപ്പുലേഷൻ അവരുടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്ന് കൂടിക്കഴിഞ്ഞു എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടാവും. ഫുഡിന് വേണ്ടി, ഷെൽട്ടറിന് വേണ്ടി, വാട്ടറിന് വേണ്ടി അവിടെ എന്തുണ്ടാവും, കോമ്പറ്റീഷൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആസ് ദ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം കുറേ വുൾഫുകൾ എന്താണ് അവിടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ കോമ്പറ്റീഷൻ റിസൾട്ട്സ് ഇൻ വാട്ട്, കുറേ പേരുടെ ഡെത്ത് ഉണ്ടാകും. അപ്പോൾ അതിൽ ഏതാണോ സ്ട്രോങ്ങർ, മോർ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവർ സർവൈവ് ചെയ്യും. ഓക്കെ, അല്ലാത്തവർ എന്താകും, ഡൈ ഓഫ് ചെയ്ത് കളയും. ഓക്കെ, സോ നേച്ചർ സെലക്ട്സ് ദറ്റ് പെർട്ടിക്കുലർ ഓർഗാനിസം ദർ. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യും, ലീഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ദ ഓർഗാനിസം ഫോർ ലിമിറ്റഡ്. ഇപ്പോൾ ഫുഡ് തീർന്നു പോയാലും, സ്പേസ് തീർന്നു പോയാലും, ഷെൽട്ടർ തീർന്നു പോയാലും, ബേസിക് നീഡ്സ് അവിടെ കുറഞ്ഞു പോയാൽ അവിടെ എന്തുണ്ടാവും, കോമ്പറ്റീഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. വാട്ട് യു മീൻ ബൈ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്? അപ്പം ഏതാണോ സ്ട്രോങ്ങർ, ഏതാണോ പവർഫുൾ ആയിട്ടുള്ള ഓർഗാനിസം, ദേ വിൽ നോർമലി സർവൈവ് ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയാം. ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്, ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, നേച്ചർ സെലക്ട് ചെയ്യും, അവർ സർവൈവ് ചെയ്യും. ഓക്കെ, സോ ദേ റീപ്രൊഡ്യൂസ് ടു ഫോം മോർ ആ ട്രേറ്റ്സ് ഉള്ള ഓസ്പ്രിങ്സ് ഉണ്ടാക്കും. മോർ അതേ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഗാനിസത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ
ദെൻ കംസ് ടു തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അങ്ങനെയാണ് നാച്ചുറലി സെലക്റ്റഡ് ആവുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലാമാക്ക് പറഞ്ഞ പോലെയല്ല കഥ. ലാമാക്ക് എന്തായിരുന്നു പറഞ്ഞത്? ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ നമ്മൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓർഗനെ നമ്മൾ കൂടുതലായിട്ടും യൂസപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർഗൻ വളരും എന്നായിരുന്നു നമ്മളോട് പറഞ്ഞത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ട്രൂ. അപ്പോൾ എന്താണ് ട്രൂ? നോർമലി നമുക്ക് 2 ടൈപ്പ് ഓഫ് ജിറാഫുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഷോർട്ടർ ജിറാഫ് ഉണ്ടായിരുന്നു, ലോങ്ങർ ജിറാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് സ്കാസിറ്റി വന്നപ്പം ഈ സ്മോളർ ജിറാഫുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആക്ച്വലി ലോങ്ങർ ട്രീസിലുള്ള ലീഫുകൾ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഷോർട്ടർ ആയിട്ടുള്ള ആൾക്കാർ ചത്തുപോയി, ഓറൽസ് മരിച്ചു പോവുകയാണ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ദ ലോങ്ങർ ജിറാഫുകൾ എന്ത് ചെയ്തത്? സർവൈവ് ചെയ്തത്. അപ്പോൾ നാച്ചുറലി ഓർ നേച്ചർ സെലക്ട്, ഇവിടെ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആർക്കാ പോയത്? നമ്മുടെ ലോങ്ങർ നെക്കുള്ള ജിറാഫുകൾക്കാണ്. അപ്പോൾ ഷോർട്ടർ നെക്കുള്ളവരൊക്കെ മരിച്ചു പോവുകയാണ് ചെയ്തത്, ഡൈ ഓഫ് ചെയ്ത് പോയി. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, നാച്ചുറൽ സെലക്ഷൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു ഈഗിൾ, ദാറ്റ് ഈസ് ഈഗിൾ ഇസ് എ പ്രിഡക്ടർ അല്ലേ? അപ്പോൾ ആ പ്രിഡക്ടർ കൂടുതലായിട്ടും ആരെയാണ് കഴിക്കുക? മൗസിനെയാണ് കഴിക്കുക. ഓക്കെ, സോ ആ മൗസിനെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ 2 ടൈപ്പ് ഓഫ് മൗസുകളെ കാണാൻ വേണ്ടി പറ്റും. ഒരു 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 പീച്ച് കളർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വൈറ്റ് കളർ മൗസ് നമുക്ക് പറയാൻ പറ്റും, പീച്ച് കളർ. ഓക്കെ, പീച്ച് കളർ മൗസിനെയും കാണാം, ഒരു ബ്ലാക്ക് കളർ മൗസിനെയും കാണാം. ഓക്കെ, സോ എൻവയൺമെൻറ്റ് അവിടെ സെലക്ട് ചെയ്തത് ആരെയാണ്? ഓറൽസ് നേച്ചർ അവിടെ സെലക്ട് ചെയ്തത് ബ്ലാക്ക് കളർ മൗസിനെയാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് ബ്ലാക്ക് കളർ മൗസിന് അവിടെ ആ ഒരു സോയിലുമായിട്ട് ക്യാമഫ്ലേജ് ചെയ്ത് നിൽക്കാം. ഓക്കെ, അവർക്ക് ആ ഒരു കളറുമായിട്ട് ക്യാമഫ്ലേജ് ചെയ്ത് പോവാം. ബട്ട് ദ വൈറ്റ് വൺ വിൽ ബി സീൻ ബൈ ദ പ്രിഡക്ടർ. പ്രിഡക്ടർക്ക് അവരെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രിഡക്ടർക്ക് അവരെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഈഗിൾ ആരെ ക്യാച്ചപ്പ് ചെയ്യും? ദ വൈറ്റ് മൗസിനെ അവർ ക്യാച്ചപ്പ് ചെയ്യും. അങ്ങനെ ക്യാച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? നേച്ചർ ആരെയാണ് സെലക്ട് ചെയ്തത്? ദ ബ്ലാക്ക് കളർഡ് മൗസിനെ അവിടെ നേച്ചർ സെലക്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെ നേച്ചർ ആ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള മൗസിനെ സെലക്ട് ചെയ്യുമ്പോൾ ആരാണ് അവിടെ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിൽ നേച്ചർ സെലക്ട് ചെയ്തത്? ബ്ലാക്ക് കളർ ഓഫ് ദ മൗസ് സർവൈവ് ചെയ്യും. ഓൾ ദ വൈറ്റ് വൺസ് വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദ ഈഗിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ നേച്ചർ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യും. ആ ഒരു സെലക്ട് ചെയ്ത ക്യാരക്ടർ സർവൈവ് ചെയ്യും. അതിനെയാണ് നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഫേവറബിൾ ക്യാരക്ടർ ഉള്ള ആൾ എന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. ആൻഡ് ദാറ്റ് ക്യാരക്ടർ വിൽ ബി പാസിങ് ഔട്ട് ത്രൂ ദ ജനറേഷൻ. നമ്മുടെ ജനറേഷൻസും ഓസ്പ്രിങ്സിലൂടെയും അത് പാസ് ഔട്ട് ചെയ്തു പോകും. ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ. നാച്ചുറൽ സെലക്ഷനെ പറ്റി ക്ലിയർ ആയല്ലോ? ലാമാർക്കിസം ആൻഡ് മിസ് ഇത് കാണുന്നില്ല. ആൻഡ് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. ലാമാർക്കിസം യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിയാണ് വരുന്നത്. ഓക്കെ, തിയറി ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് ആണ് ലാമാർക്കിസം. യാ, വെരി ഗുഡ്. ക്ലിയർ അല്ലേ? സോ ഫേവറബിൾ വേരിയേഷൻസ് ഇൻഹെറിറ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഓവർ ജനറേഷൻ പാസ് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഓവർ ടൈം നമുക്കൊരു ന്യൂ സ്പീഷീസ് ഉണ്ടാവും, വിച്ച് ഇസ് ആക്ച്വലി ദെയർ ഫോർ അഡാപ്റ്റേഷൻ ഒക്കെ കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കും സർവൈവ് ചെയ്ത് വരിക. ഓക്കെ അല്ലേ? ദെൻ കമ്മിങ് ടു ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം. രണ്ടിൻ്റെയും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ലാമാർക്കിസത്തിലെ ലാമാർക്ക്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് പറഞ്ഞത് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഒരു പെർട്ടിക്കുലർ ഓർഗൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഗ്രോ ചെയ്യും. മീനിങ് ആ ഒരു കണ്ടിന്യൂസ് സ്ട്രെസ് വരുന്ന സമയത്ത് അവരത് യൂസപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ജിറാഫ് ഓഫ് ഏർലിയർ പീരിയഡ്സ് പോസസ് ഷോർട്ട് നെക്ക് ആയിരുന്നു. ജിറാഫ് ബിഗാൻ ടു സ്ട്രെച്ച് ദെയർ നെക്ക് ടു ഒബ്റ്റെയിൻ ഫുഡാണ്. ബൈ ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് ജിറാഫ് ലോങ്ങർ നെക്സ് യൂസ് ചെയ്തപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്? ലോങ് നെക്ക് ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. സോ എൻവയറമെൻറ്റ് കോസസ് വേരിയേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ശരിക്കും എൻവയറമെൻറ്റ് അല്ല അവിടെ വേരിയേഷൻ ഉണ്ടാക്കുന്നത്. എന്താണ്? എൻവയറമെൻറ്റ് സെലക്ട്സ് ദ ഫേവറബിൾ ആൾക്കാർ അവിടെ എന്ത് ചെയ്യും? എൻവയറമെൻറ്റ് സെലക്ട് ചെയ്യുക. നേച്ചർ സെലക്ട് ദ ഫേവറബിൾ വൺസ് ആണ്. അല്ലാതെ എൻവയറമെൻറ്റ് അല്ല അവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നത്? വേരിയേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, എൻവയൺമെൻറ്റ് നോർമലി സെലക്ട്സ് പെർട്ടിക്കുലർ ആയിട്ടുള്ള വേരിയേഷൻ ഉള്ള ഒരു പെർട്ടിക്കുലർ ഫേവറബിൾ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം. ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ? യെസ്, വെരി ഗുഡ്. എല്ലാവർക്കും ക്ലിയർ ആണല്ലേ? അപ്പോൾ ക്ലിയർ അല്ലേ? ഇതുവരെ നമ്മൾ ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത് ആരാണ് ഗൈസ്? The next thing we are going to study is about the neo-Darwinism. What do you know about neo-Darwinism? Neo-Darwinism എന്താണ്? What do you know about neo-Darwinism? ഇനി നമ്മുടെ neo-Darwinism എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മുടെ ഡാർവിൻ എന്തോ ഒരു പ്രശ്നം പറ്റി. വാട്ട് വാസ് ദ പ്രശ്നം? അത് നിങ്ങൾ പറ. നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞേ എന്താണ്? ചാൾസ് ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. യാ, ദെൻ ടെൽ മീ വാട്ട് ഇസ് ദ ലിമിറ്റേഷൻ? അല്ലെങ്കിൽ ഡാർവിൻ എന്തോ പറയാൻ പറ്റിയില്ല. ഡാർവിൻ വാസ് ഫ്ലോപ്പ് ഇൻ വൺ തിങ്. ആ ഒരു ഫ്ലോപ്പ് ഉണ്ടായപ്പം നമ്മൾ നിയോ-ഡാർവിനിസം കൊണ്ടുവന്നു. സോ വാട്ട് വാസ് ദ തിങ് ദാറ്റ് ഹി കനോട്ട് സേ? അയാൾ എന്തോ ഒന്ന് പറയാൻ വിട്ടുപോയി. അതെന്തായിരുന്നു ആ കാര്യം? അത് നിങ്ങൾ പറഞ്ഞേ. വാട്ട് വാസ് ദ തിങ് ദാറ്റ് ഹി ഫോർഗോട്ട് ടു ടെൽ അബൌട്ട് ദിസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ? ഏതായിരുന്നു? അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? നോക്കട്ടെ, വേഗം കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞേ. മിസ് നോക്കട്ടെ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ചാൾസ് ഡാർവിനാണ്. നിങ്ങൾക്കറിയാം. Okay, Darwin didn't know how the variation passed down through generation. Very good, Craft.
സോ എന്താ പറഞ്ഞത്, ഡാർവിൻ അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള വേരിയേഷൻസ് പാസ് ഡൗൺ ചെയ്ത് ജനറേഷനിലേക്ക് പോയത്. വെരി ഗുഡ്. സോ ഡാർവിന് ജീൻസിനെയും ജനറ്റിക് വേരിയേഷൻസിനെ കുറിച്ചും ഒന്നും പറയാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ പറഞ്ഞാൽ മാത്രമല്ലേ നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമുക്കത് എവിടുന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിനൊരു ആൻസർ വേണ്ടേ. നമുക്ക് സയൻസിലൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതൊരു കൃത്യ ആൻസർ വേണം. അങ്ങനെ ആൻസർ കിട്ടിയാൽ മാത്രമേ നമുക്കതിനെ എല്ലാത്തിനോടും കൂടിയിട്ട് നമുക്ക് ഓക്കെ ദിസ് ഇസ് ദ ആൻസർ, നമുക്കിതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു സ്ട്രോങ് എവിഡൻസസ്, നമുക്ക് എപ്പോഴും എല്ലാ പ്രശ്നത്തിനും ഒരു എവിഡൻസ് വേണ്ടേ. ആ എവിഡൻസ് വേണം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ തിയറിക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാച്ചുറൽ സെലക്ട് ചെയ്യും, നേച്ചർ സെലക്ട് ചെയ്യുന്നു, നേച്ചർ സെലക്ട് ചെയ്യുന്നു, നേച്ചർ സെലക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ വി ഡസൻറ്റ് ഹാവ് ദ പ്രോപ്പർ ഐഡിയ, അല്ലെങ്കിൽ ജീൻസോ അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷനെ കുറിച്ചോ ആർക്കും ഒന്നും പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ആര് വന്നു, ആരാണ് വന്നത് ഈ നിയോ ഡാർവിനിസത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്? ആര് വന്നു? ആളുടെ പേരറിയോ? ഹൂസ് ദ വൺ ഹു കെയിം വിത്ത്, ആരുടെയോ സ്റ്റഡീസ് ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തു, അങ്ങനെയാണ് നിയോ ഡാർവിനിസം ഉണ്ടായത്. അപ്പോൾ ആരായിരുന്നു വന്നത്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഒരാളായിരുന്നു. നിങ്ങൾക്കറിയാം ആരായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്? അത് നിങ്ങൾക്കറിയോ നോക്കട്ടെ. ഹു കെയിം? ഹൂസ് ദ സയൻറ്റിസ്റ്റ് ഹു കെയിം? യാ വെരി ഗുഡ്. ക്രാഫ്റ്റ് സ്കോർ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്? ബട്ട് വെൻ ഗ്രിഗർ ജോൺ മെന്റലാണ്. സോ ദാറ്റ് പെർട്ടിക്കുലർ സയൻറ്റിസ്റ്റ് വന്നപ്പം ഹി ഫൗണ്ട് ഔട്ട് അബൌട്ട് ജീൻസ് ആൻഡ് അലീൽസ് ആൻഡ് ന്യൂ findings to Darwinism to form neo-Darwinism. Yeah, very good. അപ്പോൾ ഇനി നമ്മുടെ ആര് വന്നു? ഗ്രിഗർ ജോൺ മെന്റൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വന്നു. സോ ഹീ പുട്ട് ഫോർവേഡ് ഈ ഒരു പെർട്ടിക്കുലർ പീ പ്ലാന്റ്സിലൊക്കെ അയാൾ സ്റ്റഡി അപ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ സ്റ്റഡീസ് എന്ത് ചെയ്തു? വിച്ച് പുട്ട് ഫോർവേഡ് അബൌട്ട് ജീൻസ് എന്താണ്, അലീൽസ് എന്താണെന്നുള്ള ഒരു ഐഡിയ കൊടുത്തു. സോ വിത്ത് ദ മിക്സ് ഓഫ് എന്തൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ വേരിയേഷൻസും പ്ലസ് ജെനറ്റിക്സും കൂടിയിട്ട്, അതുപോലെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ പ്ലസ് എന്താണ് നമ്മളുടെ ജെനറ്റിക്സ്. ഓക്കെ, അതാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ പ്ലസ് ജെനറ്റിക്സ്, അല്ലെങ്കിൽ ജീൻസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. അതാണ് നമ്മളുടെ നമ്മളുടെ നിയോ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു ഐഡിയനെ പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. അതാണ് നിയോ ഡാർവിനിസം. ഓക്കെ, സോ ദിസ് ഇസ് ഗ്രിഗർ ജോൺ മെന്റൽ അല്ലേ. സോ എന്ത് ചെയ്തു? ഡാർവിൻ ലേറ്റർ ഡിസ്കവേർഡ് ജനറ്റിക് ബേസിക്സ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻസ് ഓർ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് ഈ ഒരു സയൻറ്റിസ്റ്റ് വന്നതാണ്. സോ ഗ്രിഗർ മെന്റൽ എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വി ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ബേസ്ഡ് ഓൺ ദ ജീൻസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ബേസിസിലാണ് അത് പാസ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ കോസസ് ഓഫ് വേരിയേഷൻ. അപ്പോൾ വേരിയേഷൻ കോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലായി. ബിക്കോസ് ഓഫ് ദീസ് 3 റീസൺസ്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഈ 3 റീസൺസ് ഉള്ളത് കൊണ്ടാണ് അവിടെ വേരിയേഷൻ സംഭവിക്കുന്നത്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, സോ ഈ 3 റീസൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജനറ്റിക് മ്യൂട്ടേഷൻ. ഓക്കെ, ചേഞ്ചസ് ഇൻ ദ ജീൻസിനെയാണ് നമ്മൾ ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ജനറ്റിക് റീകോമ്പിനേഷൻ, ദാറ്റ് ഇസ് എ സെക്കൻഡ് ചേഞ്ച് ഇൻ വേരിയേഷൻ. വേരിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം ജനറ്റിക് വേരിയേഷൻ ആണ്. ഇനി വേരിയേഷൻ അതാണ് ജനറ്റിക് റീകോമ്പിനേഷൻ ആണ്. ഓക്കെ, ജീൻ ഫ്ലോ ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് ഒരു വേരിയേഷൻ ക്രിയേറ്റഡ് ആകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഹൗ ദ നിയോ ഡാർവിനിസം കെയിം അപ്പോൺ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് നിയോ ഡാർവിനിസം ഉണ്ടായിട്ടുള്ളത്. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ദ ഐഡിയ, റൈറ്റ്? ക്ലിയർ അല്ലേ? സോ ഇത്രയുമാണ് ഗൈസ് അബൌട്ട് ദ നിയോ ഡാർവിനിസം. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണെന്ന് കമൻറ്റ് ചെയ്തേ. മിസ് നോക്കട്ടെ. മ്യൂട്ടേഷൻ, ക്രോസിംഗ് ഓവർ, ജീൻ ഫ്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. കണ്ടോ? ജനറ്റിക് മ്യൂട്ടേഷൻ റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ക്രോസിംഗ് ഓവർ വരും, കയാസ്മാറ്റ ഫോർമേഷൻ ഒക്കെ വരും. ദെൻ ജീൻ ഫ്ലോ ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ, അത് പറയാം ജീൻ ഫ്ലോ. നമുക്ക് പോപ്പുലേഷൻസിന് ഇടയിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റ്സിൻ്റെ ഒരു ഫ്ലോ നമുക്ക് കാണാൻ പറ്റും. അതാണ് ജീൻ ഫ്ലോ. വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ തംസ് അപ്പ് ഇട്ടേ വേഗം. നോ, എവിടെയാണ് നിങ്ങൾ ക്ലിയർ അല്ലാത്തത്? നിങ്ങൾ പറഞ്ഞേ, മിസ് പറയാം. യാ, വെരി ഗുഡ്. ക്ലിയർ. Okay. Okay, then we are going into the comparative anatomy. Comparative anatomy-ലേക്ക് നമ്മൾ പോകുന്നു. ഹായ് ബാനു. ബാനുവിന് ഏതാണ് മനസ്സിലാവാത്തത്? ബാനു പ്ലീസ് കമൻറ്റ് ഇട്ട്. ഓക്കെ, ഇനി ബാക്കി എല്ലാവർക്കും തംസ് അപ്പ് ആണ് വരുന്നത്. സോ ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ്. സോ നമുക്ക് എന്തിലേക്ക് പോവാം? വി ആർ ഗോയിങ് ഇൻ ടു കമ്പാരിറ്റീവ് അനാട്ടമി. ഓക്കെ, കമ്പാരിറ്റീവ് അനാട്ടമി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലേക്കുള്ള സ്ട്രക്ചേഴ്സിനെ നോക്കുന്ന പരിപാടിയാണ് അനാട്ടമി. ഓക്കെ, സോ അബൌട്ട് ദ അനാട്ടമി നമ്മൾ നോക്കുന്ന സമയത്ത് പല ഓർഗാനിസത്തിൻ്റെയും അനാട്ടമി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വി ആർ ഗോണ കമ്പയർ
we are gonna compare എന്താണ് the anatomy. Okay, so about the comparative anatomy, that is എന്താണ് study of internal organ, നമ്മുടെ ഉള്ളിലെ internal organs അല്ലെങ്കിൽ skeletonsൻ്റെ ഒക്കെ ഒരു comparison നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. Okay, so about this നമ്മളൊരു ആൻസിസ്റ്ററിൽ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നത് എന്നതിനെ പറ്റി ഒരു സ്ട്രോങ് എവിഡൻസ് പ്രൂവ് ചെയ്യുന്നതാണ് ഈ കമ്പാരിറ്റീവ് അനാട്ടമി. ഓക്കെ, കമ്പാരിറ്റീവ് അനാട്ടമിയിലൂടെ വി ഗോട്ട് എ പ്രോപ്പർ ഐഡിയ ദാറ്റ് ഇസ് വി ഓൾ ഹാവ് എ കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു കമ്പാരിറ്റീവ് അനാട്ടമിയിലൂടെയാണ്. ഓക്കെ, ഇന്റേണൽ ഓർഗൻ സ്ട്രക്ചേഴ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ എന്താണ് ഈ ഹോമോലോഗസ് ഓർഗൻസ് എനലോഗസ് ഓർഗൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മിസ്സിന്. സോ എന്താണ് അനാട്ടമി ആൻഡ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാൻ ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, വെയിലുണ്ട്, ബാറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇവർക്കൊക്കെ നമുക്ക് എന്ത് കാണാം, കോമൺ ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, മാൻ എന്തുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദിസ് വൺ ഇസ് എന്താണ് ഹ്യൂമറസ് ആണ്, ഹ്യൂമറസ്. ഓക്കെ, ദിസ് വൺ ഇസ് എന്താണ് റേഡിയസ് ആണ്, റേഡിയസ്. ആൻഡ് ദിസ് വൺ ഇസ് അൾന. ഓക്കെ, ഇങ്ങനെ നമുക്ക് പല പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതേ സ്ട്രക്ചേഴ്സ് നമുക്ക് ക്യാറ്റിലും കാണാൻ വേണ്ടി പറ്റും, പക്ഷെ അത് ഡിഫറെൻറ്റ് സൈസിലായിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷേ എക്സാക്ട് സെയിം ഓഫ് ദ തിങ് അത് നമുക്ക് മറ്റൊരാളിലും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹോമോലോഗസ് ആൻഡ് എനലോഗസ് ഓർഗൻസ് ആണ്. ഓക്കെ, സോ വെയിലിൽ നോക്കിക്കേ, അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫാലഞ്ചേഴ്സ് ഒക്കെ കണ്ടോ, അവരുടെ ഡിഫറെൻറ്റ് രീതിയിലാണ് കാണുന്നത്. ഓക്കെ, സോ ദ ബോൺസ് ഓൺ ദ ഫോർ ലിംസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് കാറ്റ്സ് ആൻഡ് ദ ഫ്ലിപ്പേഴ്സ് ഓഫ് ദ വെയിൽസ് ആൻഡ് ദ വിങ്സ് ഓഫ് ദ ബാറ്റ് ആർ സിമിലർ. ഓക്കെ, അവിടെ നമുക്കൊരു സിമിലാരിറ്റി കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവരൊക്കെ പല പല ഫംഗ്ഷൻസ് ആയിരിക്കും ചെയ്യുക. നമ്മൾ ഫോർ ലിംബ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കൈയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്യാറ്റ് ഫോർ ലിംബ് യൂസ് ചെയ്ത് വാക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഫ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് വെയിലിൻ്റെ ഫ്ലിപ്പേഴ്സ് യൂസ് ചെയ്ത് അവർ സ്വിം ചെയ്യാറുണ്ട്. ഓക്കെ, ബാറ്റ് എന്ത് ചെയ്യും, അവരുടെ ആ വിങ്സ് യൂസ് ചെയ്ത് ഫ്ലൈ ചെയ്യാറുണ്ട്. പല മോഡ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണെങ്കിലും അവരുടെ അനാട്ടമിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ദർ ആർ സർട്ടൻ സിമിലാരിറ്റീസ് ദർ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി കമ്പയർ എവറി ഓർഗാനിസം, അല്ലെങ്കിൽ എവറി ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും ദിസ് ഈസ് ഹൗ വി കമ്പയർ ദം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ചിലത് ഇവരുടെ ഷേപ്പിൻ്റെ സൈസിൻ്റെ വ്യത്യാസത്തിലേ മാറുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഇതേ സാധനങ്ങൾ അവരിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റും വി ഹാവ് എ കോമൺ ആൻസിസ്റ്റർ. നമുക്ക് എന്താണ്, നമുക്കൊക്കെ നമ്മൾ അവരിൽ നിന്നും ഇവരിൽ നിന്നൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പഴയ ഒരു ആൻസിസ്റ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കമ്പാരിറ്റീവ് അനാട്ടമി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫാലഞ്ചസ്. അത് ഹ്യൂമൻ ബോഡിയിലെ ഫോർ ലിംബിൻ്റെ ഭാഗങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഹ്യൂമറസ്, റേഡിയസ്, അൾന ഉണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്, നമ്മൾക്ക് എന്താ കാർപ്പൽസ് ഉണ്ട്, മെറ്റാകാർപ്പൽസ് ഉണ്ട്, കൈൻ്റെ ഫിംഗേഴ്സിൻ്റെ ഫാലഞ്ചസ് എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ ദ ഏരിയാസ്. അപ്പോൾ ഇതേ സംഭവങ്ങൾ നമുക്ക് ആർക്കും കാണാൻ വേണ്ടി പറ്റും. ക്യാറ്റിലും വെയിലിലും ബാറ്റ്സിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല ഫോംസിൽ അത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഇൻ്ററപ്റ്റ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് എവിഡൻസ് നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദ കമ്പാരിറ്റീവ് അനാട്ടമി. ഓക്കെ, this proves there is a recent common ancestor. ഓക്കെ, അവിടെ നമുക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഓക്കെ, നമുക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ് ക്രാഫ്റ്റ്, ദാറ്റ് ഇസ് എ ഗുഡ് ഐഡിയ. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഫോസൽ എവിഡൻസസും ഉണ്ട്. നമുക്ക് ഇത് മാത്രമല്ല, കമ്പാരിറ്റീവ് അനാട്ടമി മാത്രമല്ല നമുക്കൊരു സ്ട്രോങ് എവിഡൻസ് ആയിട്ടുള്ളത്, പക്ഷെ നമുക്ക് കുറേ ഫോസിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോസിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജുറാസിക് ബർത്ത്, റീബർത്ത് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അതിൽ നമ്മുടെ ഏറ്റവും എംബിക് ഡൈനോസേഴ്സിനെയൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. അതിലുണ്ട് നമ്മുടെ ഫ്ലൈ ചെയ്യുന്ന ഡൈനോസറിലെ ഏറ്റവും ഹ്യൂജ് ഡൈനോസർ, അവരുടെയൊക്കെ സ്കെലറ്റൺസ് ഒക്കെ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ വാട്ടറിൽ, അതേപോലെ തന്നെ എന്താ അങ്ങനെ പറഞ്ഞ 3 ഡിഫറെൻറ്റ് ഫോംസിനൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ലാൻഡിൽ ഏറ്റവും വലിയ ഡൈനോസർ അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഫോസിൽ എവിഡൻസസ് ആണ് നമുക്ക് പിന്നെയും കുറച്ചും കൂടെ സ്ട്രോങ് എവിഡൻസസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് എ കോമൺ ആൻസിസ്റ്റർ എന്ന് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ, ദാറ്റ് ഈസ് വി കോൾ ദം ആസ് ലൂക്ക. ഓർമ്മയുണ്ടോ ലൂക്ക എന്ന് നമ്മൾ പറയും, ലൂക്ക, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് 3 ടൈപ്പിലാണ് നമ്മൾ അത് അവിടെ പ്രൂവ് ചെയ്യുന്നത്. Okay, so the first one is evidences given by fossil. The first one is organic evolution. Organic evolution എന്ന് പറയുമ്പോൾ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, മെല്ലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രാജുവലി സംഭവിക്കുന്നത് പറഞ്ഞാൽ മെല്ലനെ സംഭവിക്കുന്ന ഇവല്യൂഷനെയാണ് നമ്മൾ ഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറയും. ഓക്കെ, സോ ഓർഗാനിക് ഇവല്യൂഷനിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എക്സാമ്പിൾ പറയുന്ന ഹോർസിലെ നമ്മുടെ കുതിര. ഓക്കെ,
സോ ഈ കുതിരയ്ക്ക് എന്ത് ചെയ്തു, പണ്ട് കുതിരയ്ക്ക് സ്മോളർ ലെഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന കുതിരയല്ല ഗൈസ് മുന്നത്തെ കുതിര. ഓക്കെ, സോ പണ്ടത്തെ കുതിരയ്ക്ക് എന്തായിരുന്നു, കുഞ്ഞിക്കാലായിരുന്നു ഉണ്ടായിരുന്നത്, ഷോർട്ടർ ലെഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ദ ആൻസിസ്റ്റർ ഓഫ് ദ ഹോഴ്സസ് ഹാഡ് സ്മോളർ ലെഗ്സ്. അപ്പോൾ അവരുടെ പേരും മാറും. ഇക്യുപ്പസ് അങ്ങനത്തെ പല പല പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. ഇക്യുസ് എന്നൊക്കെ പറയുന്ന സയൻറ്റിഫിക് നെയിമിലേക്കാണ് അവർ പോകുന്നത്. ഓക്കെ, സോ വൺസ് ദേ വർ ഹാവിങ് എ സ്മോളർ ഷോർട്ടർ ലെഗ്സ് ആയിരുന്നു. പിന്നീട് അതിൽ ഇവല്യൂഷൻ ചേഞ്ചസ് ഒക്കെ സംഭവിച്ചിട്ടാണ് എന്ത് സംഭവിച്ചത്, ലോങ്ങർ ലെഗ്സും ഒക്കെ വന്നിട്ട് അതൊരു ഇപ്പോഴത്തെ ഹോഴ്സ് ആയത്. ഓക്കെ, സോ വി ക്യാൻ സീ എ ഗ്രാജുവൽ ഇവല്യൂഷൻ ദെയർ. ഗ്രാജുവൽ ചേഞ്ച് നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഓർഗാനിക് ഇവല്യൂഷൻ മീനിങ് ഗ്രാജുവൽ ചേഞ്ചസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഹോഴ്സിൻ്റെ ലെഗ്സുകളിലുള്ള ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്രാഫ്റ്റ് എന്തോ പറഞ്ഞു, ഫോസിൽ എവിഡൻസസ് പോയിന്റഡ് ടുവേർഡ്സ് എ ഗ്രാജുവൽ ബട്ട് സ്റ്റഡി ഇവല്യൂഷൻ. മെല്ലെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രാജുവൽ ഇൻഫർമേഷൻ അല്ല ഇവല്യൂഷൻ ആണ് കൊണ്ടുവരുന്നത് എന്നാണ് ഫോസിൽസിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഗുഡ്. that 2 or more species evolved from one species. 2 or more species evolved from one species. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ ഒക്കെ ഉണ്ടല്ലേ, വെരി ഗുഡ്. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എന്താണ്, അടുത്ത നമ്മൾ പറയുന്ന കാര്യമാണ് നമ്മളുടെ ഫോസിൽസ് ഓഫ് ആർക്കിയോപ്റ്ററിക്സ്. ആർക്കിയോപ്റ്ററിക്സ് എന്താണെന്നു ഗൈസ്? ഹൂ ഇസ് ആർക്കിയോപ്റ്ററിക്സ്? ആരാണ് ആർക്കിയോപ്റ്ററിക്സ്? ഹൂസ് ആർക്കിയോപ്റ്ററിക്സ് അറിയോ നിങ്ങൾക്ക്? ആർക്കിയോപ്റ്ററിക്സ്, നമ്മുടെ ആർക്കിയോപ്റ്ററിക്സ് ഇസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. അത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പർട്ടിക്കുലർ പോർഷനാണിത്. ആർക്കിയോപ്റ്ററിക്സ് ഇസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. ആരും തമ്മിലാണ് ആർക്കിയോപ്റ്ററിക്സ് വരിക. 4th ചാപ്റ്റർ എടുക്കുമോ മിസ്? 4th ചാപ്റ്റർ ഏതാടാ? പാത്ത് ഓഫ് എവല്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്ന 4th ചാപ്റ്റർ ഏതാ? മിസ്സിട്ട് കമൻറ്റ് ചെയ്യും, മിസ് അത് വരാം. ഓക്കെ, 4th ചാപ്റ്റർ എടുക്കാൻ വേണ്ടി വരാം. ഓക്കെ, റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. വെരി ഗുഡ്. ക്രാഫ്റ്റ് പിന്നെയും സ്കോർ ചെയ്യുന്നത്. ക്രാഫ്റ്റ് കണ്ടു ഉത്തരം പറയുന്നത്. നിങ്ങൾക്കും എല്ലാവർക്കും ഉത്തരം പറഞ്ഞൂടെ ക്രാഫ്റ്റ് പറയുന്ന പോലെ? ഓക്കെ, വെരി ഗുഡ്. ക്രാഫ്റ്റ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സിൻ്റെയും ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് നമ്മളുടെ ആര് വരുന്നത്, ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് ആർക്കിയോപ്റ്ററിക്സ്. ആർക്കിയോപ്റ്ററിക്സിനെ കാണാൻ ഇങ്ങനെയായിരുന്നു ഗൈസ്. സോ ആർക്കിയോപ്റ്ററിക്സ് ഇസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് ആണ്. സോ അവർ രണ്ടുപേരും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബേർഡായിരുന്നു. ഈ ബേർഡിൻ്റെ ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതൊരു ഫോസിൽ എവിഡൻസസ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് നമ്മുടെ സ്വന്തം ഡൈനോസർ. ഓക്കെ, സോ ഡൈനോസർ നിങ്ങൾക്ക് പറയാം എങ്ങനെ ഡൈനോസർ പോയത്. ഒരു കൊമറ്റ് വന്ന് ഇടിക്കുന്നു, ഭൂമിയിൽ ഫുൾ പ്രശ്നങ്ങളാകുന്നു. ഓക്കെ, ഫുള്ളി ഫയർഡ് ആവുന്നു. അങ്ങനെ ഡൈനോസേഴ്സ് ഫുള്ളി ഇറാഡിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡൈനോസേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. വൺസ് ദേ വാസ് ദ അപെക്സ് പ്രിഡേറ്റേഴ്സ് എന്ന് പ്രൂവ് ചെയ്യാൻ വി ഗോട്ട് ദെയർ ഫോസിൽസ് അല്ലേ. സോ ദാറ്റ് ഈസ് ഹൗ വി ടോൾഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ, കീമോ റിസപ്ഷൻ ഇൻ ദ ഓർഗാനിസംസ്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ വരാം. ഓക്കെ, ആ ഒരു ചാപ്റ്റർ എന്തായാലും വരാം. നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇത് കഴിയുമ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ എഴുതിയിടണേ, മറക്കില്ലേ. ലൈവ് കഴിയുമ്പോൾ ഓക്കെ, ലൈവ് കഴിയുമ്പോൾ ചാറ്റ് ബോക്സ് വരും, നോട്ട് കമൻറ്റ് ബോക്സ് വരും, അതിലെഴുതണം. ഓക്കെ, ഹൗ വാസ് ദ ക്ലാസ് എന്ന് നിങ്ങൾ എഴുതിയിടണേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഇത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിച്ചു വരാറുള്ളതാണ്. സോ യു ഷുഡ് ഓൾവേസ് സ്റ്റഡി ദിസ് തിങ്. ക്രേനിയൽ കപ്പാസിറ്റീനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഹു വാസ് ദ ഫസ്റ്റ് വൺ, ഹു വാസ് ദ സെക്കൻഡ് വൺ, അതിൽ നിന്ന് ആരുണ്ടായി, അതിൽ നിന്ന് ഹൗ ഇതെന്താണ് നമ്മുടെ ഹോമോസാപ്പിയൻസ് എന്നൊരു ആൾക്കാർ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ നോക്കണം. ഇതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഓരോ ഓർഗാനിസംസും അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ സെഹലോ ആന്ത്രോപ്പസ് ഉണ്ടല്ലോ, അത് എവിടെ നിന്നാണ് അവരുടെ ഫോസിൽ കണ്ടുപിടിച്ചത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഫ്രം വേർഡ് സെഹലോ ആന്ത്രോപ്പസ് ടെക്കേഡൻസസിനെ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ദ ടെക്കഡ് ഇൻ ആഫ്രിക്ക എന്നാണ് കണ്ടുപിടിച്ചത്. വിച്ച് ദ ഫോസിൽസ് വാസ് ബീൻ ലൈക്ക് ഫോംഡ് ഓർ എക്സ്കവേറ്റഡ് ഫ്രം ദാറ്റ് ആഫ്രിക്കൽ പോർഷൻ എന്നാണ് കണ്ടുപിടിച്ചത്. സോ ദേ ആർ ഫസ്റ്റ് ലിങ്ക് ഫോർ ഹ്യൂമൻ ഇവല്യൂഷണറി സീരീസ്. ഹ്യൂമൻ ഇവല്യൂഷണറി സീരീസിലേക്ക് വരുന്ന എന്താണ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇവല്യൂഷണറി ലിങ്ക് കൊടുക്കണ ഒരു ഫസ്റ്റത്തെ ആളാണ് സെഹലാന്ത്രോപ്പസ്. സോ സെഹലാന്ത്രോപ്പസിൻ്റെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയാണ്? 350 cm/3 ആണ്. ഓക്കെ, സോ അതാണ് വരുന്നത്. ഇനി ആസ്ട്രാലോപിത്തിക്കസിനെ കണ്ടോ? ആസ്ട്രാലോപിത്തിക്കസിനെ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ട് ഇത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മൂക്ക് നോക്കിയാൽ മതി. സോ ദേ നോസ് ഇസ് ഇൻ എ ലവ് ഷേപ്പ്. ഓക്കെ, സോ അവരാരെയാണ് കണ്ടുപിടിക്കണമെന്നുണ്ട് ഓസ്ട്രാലോപിത്തിക്കസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലവ് ഷേപ്പുള്ള മൂക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓസ്ട്രാലോപിത്തിക്കസ് നോക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും, ഐഡൻറ്റിഫൈ ദിസ് പർട്ടിക്കുലർ ഏതാണ്, ഇതാരാണ്, ഏതൊരു പർട്ടിക്കുലർ ഓർഗാനിസം ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അത് എവിടെ നിന്നാണ് അതിനെ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയും. ദാറ്റ് ഇസ് എക്സ്കവേറ്റഡ് ഓൾസോ ഫ്രം ആഫ്രിക്ക ആണ്. ഓക്കെ, സോ ദ സ്കെലറ്റൽസ്, ഇതാണ് ഫസ്റ്റ് ബൈപെഡലിസം, 2 കാലിൽ നടക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഓസ്ട്രാലോപിത്തിക്കസ് വിത്ത് ക്രേനിയൽ കപ്പാസിറ്റി 450. ഓക്കെ, most of the
ഫോസിൽസ് ആർ ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയാണ്, പക്ഷേ ഇത് കണ്ടോ, ഡെക്കേഡ് ഇൻ ആഫ്രിക്ക അങ്ങനെ ചോദിക്കും. അവിടെയൊക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ണിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇനിയുണ്ട് ഗൈസ് ഹോമോ ഹാബിലിസ്. അടുത്ത ഹോമോ ഹാബിലിസ് വരുന്ന സമയത്ത് ഫോസിൽസ് ആർ ഒബ്റ്റെയിൻ ഫ്രം ആഫ്രിക്ക. ലാർജ് സ്കള്ളാണ്. മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ് യൂസിങ് ഹാൻഡ്സ്. ഓക്കെ, ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റോൺസിനൊക്കെ എന്ത് ചെയ്തു, മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇവർ സ്മോൾ ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങിയവരാണ്. ഹണ്ടിങ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണ്. ദാറ്റ് ഇസ് വിത്ത് ക്രേനിയൽ കപ്പാസിറ്റി 600. ഓക്കെ അല്ലേ? Okay, right? Okay, then the next one is Homo erectus. Homo erectus വരുമ്പോൾ that is from Africa, Asia, Europe. ഇവിടെ നിന്ന് 3 സ്ഥലത്തും നമുക്ക് കണ്ടുപിടിച്ചു. Okay, so they were able to walk upright with 2 legs and large forehead. Omnivorous ആയിരുന്നു. Stone weapons were used for hunting. Okay, with cranial capacity 900. കൂടി വരുന്നേ. Okay, and finally Homo neanderthalis. Okay, Neanderthaliansനെ കൂടുതലായിട്ടും അവരെ നമ്മൾ മോഡേൺ മാൻ എന്ന് വിളിക്കുക. Okay, they are ഫോസിൽസ് വർ ഫൗണ്ട് ഫ്രം ജർമ്മനിയാണ്. അപ്പോൾ ഒരേ ഒരാളെ ജർമ്മനിയിൽ നിന്ന് കണ്ടുപിടിച്ചത് എവിടുന്ന? ദാറ്റ് ഇസ് ഹോമോ നിയാൻഡർതാലിയൻസ് ആണ് കേട്ടോ. സോ ദേ ഹാഡ് സ്മോൾ സ്ലോപ്പി ഫോർഹെഡ് ആൻഡ് തിക്ക് ഐബ്രോസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ കംസ് എന്താണ് ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് മീനിങ് നമ്മൾ. ഓക്കെ, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ മോഡേൺ മാൻ ആണ്. ഇൻ വിച്ച് ദേ അക്വയർഡ് ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചറൽ ടെക്നോളജീസും മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഡോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ആനിമൽസിനെയൊക്കെ യൂസ് ചെയ്ത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് ഇവരായിരുന്നു. സോ ദേ ക്രേനിയൽ കപ്പാസിറ്റീസ് 1350 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ഗൈസ്? ക്ലിയർ ആണെങ്കിൽ തംസ് അപ്പ് ഇട്ടു. തംസ് അപ്പ് നോക്കട്ടെ എത്ര പേർക്ക് മനസ്സിലായിന്ന്. ഇനി നമ്മളുടെ ഇവല്യൂഷനിലേക്ക് ഒരു എൻഡ് കൊടുത്തിട്ട് വി ആർ ഗോണ ഗോ വിത്ത് നെർവസ് സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ മിസ് ഇന്നൊരു നെർവസ് സിസ്റ്റത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് വിൽ ബി ആസ്കിങ് ഫോർ യുവർ എക്സാംസ്. എക്സാംസിന് ചോദിക്കാനുള്ള ഏരിയാസാണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ക്രേനിയൽ കപ്പാസിറ്റി 350 centimeter cube to 1450 centimeter increment. Okay, at last 1350. Okay. Okay, അല്ലേ? വെരി ഗുഡ്. നൗ വി ഹാവ് ബീൻ ഗോയിങ് ഇൻ ടു എങ്ങോട്ടേക്കാ? ദ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പോകുന്നത്. ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. എന്തായാലും ന്യൂറോണിൻ്റെ സ്ട്രക്ചർ തന്നിട്ട് ലേബൽ ദ പാർട്സ് ചോദിക്കും. ഐ വിൽ ഗിവ് യു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. മൊത്തം മിസ് ഇവിടെ കൊടുക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഏത് പോർഷൻസിനാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ലാസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, സോ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? Okay, so we are going with human nervous system. So what do you mean by human nervous system? Human nervous system എന്താണ്? So we know that നമ്മളിപ്പോൾ ഒരു നോർമലി നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്റ്റിമുലസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വി നോർമലി സെൻസ് എവറി സ്റ്റിമുലസ് അല്ലേ. സോ നമ്മൾക്ക് ഒരു ടച്ച് ആയാലും പെയിൻ ആയാലും ഹോട്ട് ആയാലും കോൾഡ് ആയാലും ഏതൊരു സ്റ്റിമുലസ് വന്നാലും വി നോർമലി ഫീൽസ് എവറി കൈൻഡ് ഓഫ് things in our body. So that is because of our nervous system. നമ്മുടെ nervous system ബോഡിയിൽ ഉള്ളതുകൊണ്ടാണ് ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. സോ ദ ബേസിക് യൂണിറ്റ് ഓർ ദ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് ആരാണ്? നമ്മുടെ നെർവ് സെൽസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ന്യൂറോൺസ് എന്ന് വിളിക്കും. ദ ന്യൂറോൺസ് ഓർ ദ നെർവ് സെൽസ് ആർ ദ സ്ട്രക്ചറൽ ഓർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. ഓക്കെ, ഹോപ്പ് യു ഗൈസ് നോ ദാറ്റ്. സോ ദ ന്യൂറോൺസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ന്യൂറോൺസിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങളത് ഓർത്ത് വെക്കണം. സ്പെഷ്യലൈസ്ഡ് ടു റിസീവ് ആൻഡ് കണ്ടക്ട് ആൻഡ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ മേജർലി ദെയർഫോർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് റിസീവ് ചെയ്യാനും അതിനെ കണ്ടക്ട് ചെയ്യാനും അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവരവിടെ ഉള്ളത്. ക്ലിയർ അല്ലേ? സോ ദ മേജർ തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ. ഓക്കെ, ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ന്യൂറോണിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഉറപ്പായിട്ടും പഠിക്കണം. യു ഷുഡ് ഡ്രോ ഇറ്റ്. ഓക്കെ, ഡ്രോ ആൻഡ് സ്റ്റഡി ദം. ബിക്കോസ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ റീഡ്രോ ചെയ്യാൻ പറയാറുണ്ട്. ന്യൂറോൺ ആയിക്കോട്ടെ ബ്രെയിൻ ആയിക്കോട്ടെ നിങ്ങളോട് ഡ്രോ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഓക്കെ, സോ യു ഷുഡ് നോ ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്? ഇമ്പൾസ് ഏതിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് നമ്മൾ അറിയണം. അതിന് മുന്നേ നമ്മൾ പാർട്സ് ഏതൊക്കെയാണെന്ന് അറിയണം. ദ ഫസ്റ്റ് പാർട്ട് യു ഹാവ് ടു സ്റ്റഡി ഈസ് ദ ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഡെൻഡ്രൈറ്റ് ഉണ്ട്, പിന്നെ ഇതാ ഡെൻഡ്രോൺ ഉണ്ട്, പിന്നെ സെൽ ബോഡി ഉണ്ട്, പിന്നെ ആക്സോൺ ഉണ്ട്, ആക്സോണൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോബ് ഉണ്ട്. ഓക്കെ, ഇതിലൂടെയാണ് നമ്മുടെ നെർവ് ഇമ്പൾസസ് പോവുക. അപ്പോൾ ഒരു സ്റ്റിമുലസ് വന്നാൽ സ്റ്റിമുലസ് ആദ്യം റിസീവ് ചെയ്യുന്ന ഫസ്റ്റ് ആളാണ് ഡെൻഡ്രൈറ്റ്.
then the stimulus go to the dendron. Okay, then to the cell body. മൂന്നാമത് സെൽ ബോഡിയിലേക്ക് പോകും. സെൽ ബോഡി ഓർ സൈറ്റോൺ അല്ലെങ്കിൽ എന്താ സോമ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ദെൻ തേർഡ് വൺ, സെൽ ബോഡിയിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകും? ദാ ഡെൻഡ്രൈറ്റ് എടുത്തു, ഡെൻഡ്രോൺ എടുത്തു, സെൽ ബോഡി എടുത്തു, ആക്സോണിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദിസ് നോർമലി പാസസ് ഔട്ട്. ദാ ആക്സോണിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ദ ഫോർത്ത് വൺ ഇസ് ആക്സോൺ. ആക്സോണിലെത്തി. ആക്സോണിൽ അത് എവിടെ എത്തി? ആക്സോണൈറ്റിലെത്തി. ആക്സോണൈറ്റിൽ നിന്ന് അത് എന്തെത്തി? സിനാപ്റ്റിക് നോബിലെത്തി. ഓക്കെ, ദിസ് ഈസ് ഹൗ ദ ഇമ്പൾസസ് നോർമലി പാസസ്. ഇവിടെ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇമ്പൾസസ് വന്നാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇമ്പൾസസ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ദ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വിൽ ബി കണ്ടക്റ്റഡ് ത്രൂ ദ ആക്സോൺ ടു ദ ആക്സോണൈറ്റ് ടു ദ സിനാപ്റ്റിക് നോബ്. ഓക്കെ, സോ ഈ ഒരു ഭാഗം നിങ്ങൾ ഉറപ്പായിട്ടും ബ്രെയിൻ ഡ്രോ ചെയ്യാൻ ചോദിക്കുമോ? റീഡ്രോ എന്ന് അല്ലാതെ. റീഡ്രോ എന്നാ ചോദിക്കുക, അല്ലാതെ നിങ്ങളോട് ഡ്രോ ചെയ്യാൻ ഞാൻ മിസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡ്രോ ചെയ്യാൻ പറയുമെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ചില ഏതൊരു ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റീഡ്രോ അല്ലാതെ ഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നോർമലി റീഡ്രോയെ ചോദിക്കുള്ളൂ നിങ്ങളോട്. ചിലപ്പോൾ എങ്ങാനും ചോദിച്ചാലോ നിങ്ങൾക്ക് റീഡ്രോ തരാതെ അവിടെ ഒരു ബ്രെയിൻ്റെ പിക്ചർ കൊടുക്കാതെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നു. ആൻഡ് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ആൻഡ് മാർക്ക് ദ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഡ്രോ അല്ലേ. അപ്പോൾ നിങ്ങൾ വരയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഓക്കെ, സോ നോർമലി മിസ് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കൂ. ഓക്കെ, ശരിക്കും റീഡ്രോയെ വരുള്ളൂ, മോസ്റ്റ് പ്രോബ്ലി റീഡ്രോ വരുള്ളൂ, നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെടുത്തില്ലായിരിക്കും. ഓക്കെ, മോഡലിന് വന്നായിരുന്നു അങ്ങനെ ചെയ്യാനാ? ശരിക്കോ മോഡലിന് വന്നാ? അപ്പോൾ ഉറപ്പാണ് ഗൈസ്, കാരണം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മിസ് കണ്ടിരുന്നു. ഓക്കെ, PYQയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരും ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദ പാർട്സ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ആൻഡ് മാർക്സ് ദ പോസിബിൾ ആയിട്ടുള്ള ഏരിയസ് മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കും ഗൈസ്. ഓക്കെ, മോഡലിന് വന്നായിരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് റീഡ്രോ ചെയ്യാൻ? റീഡ്രോ ചെയ്യാനാണ് വരാൻ പറഞ്ഞേ. റീഡ്രോ ചെയ്യാൻ എളുപ്പമല്ലേ? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നോക്കി വരയ്ക്കുക. അത് നോക്കി അങ്ങ് വരച്ചാൽ പോരെ, റീഡ്രോ ആയി. ഓക്കെ, സോ യു ഗൈസ് വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, നൗ വി ആർ ബീൻ ഗോയിങ് ഇൻ ടു, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഇനി നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോണിലേക്കാണ് പോയെന്ന് പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഇമ്പൾസ്, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് എന്തായാലും നോക്കി വെക്കണം, ബിക്കോസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ ഇമ്പൾസസ് വിൽ ബി ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിരിക്കും. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ്. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഏതിലൂടെയാണ് പാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാസ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സ് to dendron, dendron to cell body to axon, axon to axonite, axonite to synaptic knob. ഓക്കെ, സിനാപ്റ്റിക് നോബിന്ന് നമുക്ക് കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ഓക്കെ, വിച്ച് ആർ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അറിയോ നിങ്ങൾക്ക്? ഫസ്റ്റ് പഠിച്ച ചാപ്റ്റർ അല്ലേ, എന്തായാലും അറിയും. വാട്ട് ആർ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? ഗിവ് മീ 2 എക്സാമ്പിൾസ് ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഒരു 2 എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നൂടെ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. തലാമസ് ആൻഡ് സെറിബെല്ലം ലേബൽ ചെയ്യാനും വന്നിട്ടുണ്ട്. മോസ്റ്റ് പ്രോബ്ലി തലാമസിനെയൊക്കെ ചോദിക്കാം. പിന്നെ അവരുടെ ഫംഗ്ഷൻ തരും. ഹൂസ് ദ റിലേ സ്റ്റേഷൻ, ഹൂ മെയിൻറ്റെയിൻസ് ദ ഹോമിയോസ്റ്റാസിസ്, അല്ലെങ്കിൽ എന്താണ് ഹൂ കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ഓഫ് ദ ബോഡി എന്ന് ചോദിക്കും. കാരണം അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരും ABC ആയിട്ട്. എന്നിട്ട് ഫൈൻഡ് ഔട്ട് ആരാണ് അതെന്ന് കണ്ടുപിടിച്ചിട്ട് ലേബൽ ദ പാർട്സ് എന്ന് പറയും. That is how the question is normally asked. Okay, so നിങ്ങളൊന്ന് നോക്കി നോക്കുക. Craft, very good. Dopamine is one of the neurotransmitter. ഇനി അടുത്തത് വരുന്നത് acetylcholine ആണ്. ഓക്കെ, acetylcholine. ഓക്കെ, അല്ലെങ്കിൽ എൻഡോർഫിൻ. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരാണ്. So these are some of the examples for neurotransmitters. Okay, neurotransmitters എന്ന് പറഞ്ഞാൽ they are the some of chemical substances which is released from the synaptic knob. ആക്സോണിൻ്റെ ഏറ്റവും ടിപ്പിൽ നമുക്കൊരു ബൾജ്ഡ് പോർഷൻ കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ലൈക്ക് ഇങ്ങനൊരു ബൾജ്ഡ് പോർഷൻ കാണാം. ഇതിനകത്ത് നമുക്ക് കുറേ വെസിക്കിൾസും കാണാൻ വേണ്ടി പറ്റും.
ഓക്കെ, സോ മെനി വെസിക്കിൾസ് കാണാം. ഈ വെസിക്കിൾസിൻ്റെ ഉള്ളിലാണ് വി ക്യാൻ സീ ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി ദർ ആൻഡ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി റിലീസ്ഡ് ഔട്ട്സൈഡ് ടു, നമുക്കറിയാം അത് ഏതാ സ്പേസ് നിങ്ങൾക്ക് അറിയാം, സിനാപ്റ്റിക് ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും. സോ അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഓക്സിറ്റോസിൻ ഇസ് എ ഹോർമോൺ. ഓക്കെ, ഓക്സിറ്റോസിൻ മറ്റേതല്ലേ? ഓക്കെ, സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ആക്സോൺ ഇല്ലേ, ഈ സ്ട്രക്ചർ ആക്സോൺ, ഈ ആക്സോണിന് ചുറ്റും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? യു ക്യാൻ സീ എ പെർട്ടിക്കുലർ തിങ്. ആക്സോണിന് ചുറ്റും യു ക്യാൻ സീ എ പെർട്ടിക്കുലർ സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരാളെ കാണാൻ വേണ്ടി പറ്റും. ഹൂസ് ദറ്റ്? ആക്സോണിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ കവറേജ് കാണാൻ വേണ്ടി പറ്റും. ഹൂസ് ദാറ്റ്? ഇപ്പം മിസ് ഈ പേർപ്പിൾ കളറിൽ ആക്സോണിന് ചുറ്റും വരച്ച ഒരാളിനെ എന്താ നമ്മൾ പറയാം? സിനാപ്റ്റിക് വെസിക്കിൾസ്. യാ, സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയുന്നത് നേരത്തെ മിസ് പറഞ്ഞതാണ്. ഇനി ഇപ്പോൾ മിസ് ഇപ്പോൾ വരച്ചത് ആരാണ്? വിച്ച് ഈസ് ദാറ്റ് തിങ് വിച്ച് ഈസ് ലൈക്ക് ഡ്രോഡ് ഇൻ എ പേർപ്പിൾ കളറിൽ നമ്മുടെ ആക്സോണിന് ചുറ്റും നമ്മൾ ഒരാളെ വരയ്ക്കും. ഹൂസ് ദാറ്റ് വൺ? ഹൂസ് ദാറ്റ് വൺ? Teacher, your hair is nice. Yeah, thank you. Thank you. Okay, that is എന്താണ്? മൈലിൻ ഷീത്ത്. യാ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. പറഞ്ഞത് സത്യമാണ് ഗൈസ്, വെരി ഗുഡ്. മൈലിൻ ഷീത്ത് ദ കറക്റ്റ് ആൻസർ. അതെ, മൈലിൻ ഷീത്താണ്. ക്രാഫ്റ്റ്, യാ കറക്റ്റ്. ഓക്കെ, സോ ദ തിങ് ഈസ് എന്താണ്? മൈലിൻ ഷീത്താണ്. ഓക്കെ, മൈലിൻ ഷീത്താണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് മൈലിൻ ഷീത്ത് എന്ന് അറിയണം. ആക്സോണിന് ചുറ്റും ഒരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്തിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട് ആക്സോണിന് ചുറ്റും. സോ വൈ ഈസ് ദാറ്റ് തിങ് ദർ? മൈലിൻ ഷീത്ത് എന്തിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അറിയാമോ? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സറൗണ്ടഡ് അറൗണ്ട് ദ ആക്സോൺ. ആക്സോണിന് ചുറ്റും സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫോർ വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. കാരണം ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇതിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെൻഡ്രൈറ്റ് കൂടെ സെൽ ബോഡിയിലൂടെയും ആക്സോണിൽ കൂടെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ആ ഇമ്പൾസ് ഒട്ടും ലോസ് ആവാൻ പാടില്ല. ഓക്കെ, അതേ ഇൻറ്റൻസിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക് കൊടുക്കണം. സോ ആക്സോൺ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ട്യൂബ് അല്ലേ? സോ ആ ലോങ് ട്യൂബിലൂടെ പോകുന്ന സമയത്ത് ആ ഒരു ഇമ്പൾസസ് ഒന്നും ലോസ്റ്റ് ആവാൻ പാടില്ല. സോ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് അവിടെ അവർ ആക്ട് ചെയ്യണം. ഓക്കെ, സോ ഇൻസുലേറ്റർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ്, ഓൾ മെസ്സേജസ് കറക്റ്റായിട്ട് നമ്മുടെ സിനാപ്റ്റിക് നോബിൽ എത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു ഇൻസുലേറ്റർ ആയിട്ട് അവർ അവിടെ ആക്ട് ചെയ്യും. പിന്നെ അതേപോലെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് അവിടെ എന്ത് ചെയ്യും? അവർ പ്രൊട്ടക്ട് ചെയ്യും. ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസിന് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എന്താ, നറിഷ്മെൻറ്റ്, പ്രോപ്പർ നറിഷ്മെൻറ്റ് അവർ കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, സോ ദാറ്റ്സ് ദ മേജർ 3 തിങ്സ്. മെസ്സേജസ് ഒക്കെ കറക്റ്റായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈലിൻ ഷീത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ മൈലിൻ ഷീത്ത്. സോ ദേ ആർ എ വൈറ്റ് ഫാറ്റി സബ്സ്റ്റൻസസ് ആണ്. Okay, so some neurons have a covering around the axon called as myelin sheath, which is a white fatty substance called as myelin. So ഇവിടെ നിങ്ങൾക്ക് കാണാം myelin sheath നമ്മുടെ ആ ഒരു purple കളറിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ axon ആണ്. This is the axon. Okay, and the surrounded one is myelin. Okay, that is myelin sheath ആണ്. Hope you guys got an idea. Yeah, make the impulse fast by insulating the axon. Very good. Very good, Davis done, അല്ലേ? സോ വെരി ഗുഡ് ഡാവിസ്. ദെൻ ദേ ഇംപ്രൂവ് കണ്ടക്ടിവിറ്റി. ആ കണ്ടക്ടിവിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നത് അവരുടെ ഒരു ഫംഗ്ഷനാണ്. വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ മൈലിൻ ഷീത്തിനെ പറ്റി ഒരു പ്രോപ്പർ ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഡയറക്ഷൻ ഓഫ് മെസ്സേജസ് കണ്ടോ. നോർമലി മെസ്സേജ് പാസ് ചെയ്യുന്നത് ഈ ഒരു വേയിൽ കൂടിയിട്ടാണ് കേട്ടോ. ദാറ്റ് ഈസ് എന്താണ്, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺസ്, ഇതിൽ കൂടിയാണ് നമ്മുടെ മെസ്സേജസ് പാസ് ചെയ്യുക. ഓക്കെ, സോ ദ കവറിങ്, ഇങ്ങനെ നമുക്ക് കാണുന്ന കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് മൈലിൻ ഷീത്ത്. ഓക്കെ, ദാറ്റ് ഇസ് മൈലിൻ ഷീത്ത് ആണ്. ആൻഡ് ദിസ് മൈലിൻ ഷീറ്റിൻ്റെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ദേ ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ, increases the speed of the impulse transmission, protect the axon from external injury and provide nourishment. Okay, insulator ആയിട്ട് ആക്ട് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും, ആ ഒരു ഇമ്പൾസിൻ്റെ സ്പീഡ് അവിടെ കൂട്ടും. പിന്നെ മൂന്നാമത് എന്താണ്, എക്സ്റ്റേണൽ ഇൻജുറിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഓൾസോ ദേ ഗിവ് എന്താണ്, നറിഷ്മെൻറ്റും അവിടെ കൊടുക്കാറുണ്ട്. Okay, oligodendrocyte in brain and Schwann cells in other neurons make the myelin sheath. Very good. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും 1 മാർക്കിന്, the myelin sheath which is you can see on the brain നെ നമ്മൾ എന്ത് വിളിക്കും? which is called as oligodendrocyte ആണ്. അത് മിസ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോലെ തന്നെ Schwann cells എന്ന് പറയുന്നത് നമ്മുടെ അതർ ഓർഗൻസിൽ കാണുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മളിവിടെ പറയുന്നത് ഫോർമേഷൻ ഓഫ് മൈലിൻ. ബ്രെയിനിലും സ്പൈനൽ കോഡിലും അതെന്താണ്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റം വിച്ച് ഇസ് PNS, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ദാറ്റ് ഇസ് ഫൗണ്ട് ബൈ ഷ്വാൻ സെൽ. ഷ്വാൻ സെൽ എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് പ്ലസ് ന്യൂക്ലിയസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിനെയാണ് ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദ ഷ്വാൻ സെൽ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ ഗൈസ്. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ക്ലിയർ ആണെങ്കിൽ യാ, ക്ലിയർ, വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതൊരു റിവൈസ് ആകുന്നില്ലേ? മിസ് പെട്ടെന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ലേ പഠിച്ചതൊക്കെ? യാ സൂര്യ, താങ്ക് യു, ക്ലിയർ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. നെർവസ് സിസ്റ്റം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദ നെർവസ് സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻ ടു 2. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വാട്ട് യു നോ അബൌട്ട് ബ്രെയിൻ? നിങ്ങൾക്കറിയാം, നമുക്ക് ബ്രെയിൻ ക്രേനിയൽ നെർവ്സ് കൊണ്ടിട്ടാണ്, സ്പൈനൽ കോഡ് സ്പൈനൽ നെർവ്സ് വെച്ചിട്ടാണുള്ളത്. സോ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് കൂടുന്നതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഹോപ്പ് യു ഗൈസ് നോ അബൌട്ട് ഇറ്റ്. നെർവസ് സിസ്റ്റം ഇസ് ഓഫ് 2 ടൈപ്സ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വരുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് നമ്മളുടെ ഓട്ടോണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് അങ്ങടേക്കൊക്കെ നമ്മൾ പോകുന്നത്. ഓക്കെ, ഓക്കെ ആണോ? പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ക്രേനിയൽ നെർവ് സ്പൈനൽ നെർവ്സ് ഒക്കെ വരുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ്. സോ നമുക്ക് നോക്കാം, നെർവസ് സിസ്റ്റം ഇസ് ഓഫ് 2 ടൈപ്സ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, CNS ഉണ്ട്, CNS ഉണ്ട്, PNS ഉണ്ട്. അതിനെയാണ് നമ്മൾ CNS എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ PNS എന്ന് പറയും. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണുള്ളത്. ഓക്കെ, സെൻട്രൽ നെർവ്സ് ഹാവ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ക്രേനിയൽ നെർവ്സ്, ദാറ്റ് ഈസ് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന കണക്ഷൻസ്, ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള. അപ്പം ക്രേനിയൽ നെർവ്സ് എപ്പോഴും എത്രയായിരിക്കും? ക്രേനിയൽ നെർവ്സിൻ്റെ നമ്പർ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് എത്രയാണ്? 12 ആയിരിക്കും ഉണ്ടാവുക, 12 പെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് സ്പൈനൽ നെർവ്സിൻ്റെ കേസ് വരുന്ന സമയത്ത് സ്പൈനൽ നെർവ്സ് ആർ ഓഫ് എത്രയാണ്? 31 പെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റം ഒക്കെ അൾട്ടിമേറ്റ്ലി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനാണ് ഇമ്പൾസസ് ക്യാരി ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കണക്ഷൻസ് നമ്മുടെ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ഏതൊരു ഓർഗൻ്റെ പാർട്ട് എന്നായിക്കോട്ടെ, നമ്മുടെ ബോഡിയുടെ പാർട്ട് എന്നായിക്കോട്ടെ, അവിടെ നിന്ന് അവർ ഇമ്പൾസസ് ക്യാരി ചെയ്ത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ കൂടെ അവർ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുക ചെയ്യും. ഓക്കെ അല്ലേ? യാ, ക്ലിയർ. സോ എവറിബഡി ഈസ് ക്ലിയർ. വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബ്രെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഗൈസ്. നിങ്ങൾ എന്ത് വന്നാലും ബ്രെയിനിനെ പഠിക്കാതെ വിടാൻ പാടില്ല എക്സാമിന്. ഓക്കെ, സോ ബ്രെയിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. ഒന്നില്ലെങ്കിലും ഡ്രോ ചെയ്യാനെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കണം. ബ്രെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. നെവർ കളയൽ ബ്രെയിൻ. ഓക്കെ, ബ്രെയിനെ കളഞ്ഞിട്ട് നിങ്ങൾ പോവാനേ പാടില്ല. ഓക്കെ, സോ നമുക്ക് ബ്രെയിനിൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ നോക്കാം. സോ മേജർലി ബ്രെയിനിൽ കുറച്ച് പാർട്സ് പഠിക്കാനുണ്ട്. ദ ലാർജസ്റ്റ് പാർട്ട്, നമ്മുടെ ബ്രെയിനിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാർട്ടാണ് നമ്മളുടെ എന്താ? സെറിബെല്ലം. ഓക്കെ, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ആളാണ് സെറിബ്രം. ഓക്കെ, സെറിബ്രം. ഓക്കെ, ഞാൻ സെറിബെല്ലം എന്നാണോ പറഞ്ഞത്? സെറിബ്രം ആണ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. ഓക്കെ, സെറിബ്രം. സോ ഗൈസ്, നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. വാട്ട് എന്ന് ചോദിക്കുന്നുണ്ട്.
പോട്ടില്ല ഗൈസ്, ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ദ സ്മോളസ്റ്റ് പാർട്ട്. അത് ഗ്ലാൻഡാടാ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. നമ്മൾ പാർട്ട് പറയുമ്പോൾ പിറ്റ്യൂട്ടറി പാർട്ട്, ഹൈപ്പോതലാമസ്, അങ്ങനെ നമ്മൾ പാർട്ട് പറയാറുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ തിരിച്ചു വന്നു. നിങ്ങളൊന്ന് ഞെട്ടിപ്പോയല്ലേ, മിസ് എവിടെ പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പ് എടുത്തപ്പോൾ അല്ലേ. അത് നമുക്കൊരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. നമ്മൾ തിരിച്ചു വന്നു, തിരുമ്പി വന്നച്ച്. ഓക്കെ ഓക്കെ സോ സെറിബ്രം ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഔട്ടർ പാർട്ട് ഉണ്ട്. ബ്രെയിൻ ഹാസ് എൻ ഔട്ടർ പാർട്ട്. സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ട് ഗ്രേ മാറ്ററും ഇന്നർ പാർട്ട് വൈറ്റ് മാറ്ററുമാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ പാർട്ട് ദാറ്റ് ഈസ് മേജർലി ദയർ ഫോർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, തിങ്കിങ്, ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെമ്മറി, ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മീനിങ് പ്രോപ്പർ ആയിട്ടുള്ള സെൻസറി റിസെപ്റ്റേഴ്സും അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ സെറിബ്രത്തിലേക്കാണ്. അപ്പോൾ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. ഓൾ ടുഗെദർ നമ്മുടെ ബ്രെയിൻ ഫുൾ കവർ ചെയ്ത് സെറിബ്രം ഉണ്ടാകും. ദാറ്റ് ഈസ് ദയർ ഫോർ ഇൻ്റലിജൻസ്, മെമ്മറി, ദെൻ എന്താണ് തിങ്കിങ് കപ്പാസിറ്റി, പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, വോളണ്ടറി ആക്ഷൻസ്, എല്ലാ ആക്ഷൻസും കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മളുടെ സ്മോളസ്റ്റ് ആ പാർട്ട് എന്ന് നമ്മൾ പറയില്ലാടാ. ദാറ്റ് ഈസ് അതൊരു ഗ്ലാൻഡ് നമ്മളവിടെ ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയിട്ടാണ് പറയുന്നത്. നമ്മളിവിടെ കണ്ടോ, പിറ്റ്യൂട്ടറിനെ നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയിട്ട് നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അങ്ങനെ പറഞ്ഞ് നമുക്കൊരു പാർട്ടായിട്ട് എടുക്കുന്നത്. സ്മോളസ്റ്റ് നമ്മൾ പറയാറില്ല. ഓക്കെ, ദാറ്റ് ഈസ് എ ഗ്ലാൻഡ് പോർഷൻ. അവിടെ നമ്മളിവിടെ പറയുന്നില്ല അതുകൊണ്ട് അവരെ. ഓക്കെ, സോ പാർട്സിൽ വരുമ്പോൾ, ബ്രെയിൻ്റെ പാർട്സിൽ വരുമ്പോൾ നമ്മൾ അവരെ ഇൻഡിക്കേറ്റ് ചെയ്യാറില്ല കേട്ടോ. ഇനി ദ സെക്കൻഡ് വൺ ഈസ് നമ്മുടെ ഏതാണ്, സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പോയത് ആർക്കാണ്, സെറിബ്രത്തിനാണ് പോയത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് പോകുന്നത് ആർക്കാണ്, സെറിബെല്ലത്തിനാണ് പോകുന്നത്. സോ സെറിബെല്ലം ഇസ് ദയർ ഫോർ ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇൻവോളണ്ടറി അല്ല, സോറി, അവരെന്താണ് ഇക്വിലിബ്രിയം ഓർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാരാണ്. ഓക്കെ, ഇക്വിലിബ്രിയം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻവോളണ്ടറി പോകുന്ന മെഡുല ഒബ്ലാങ്കേറ്റയാണ്. സോറി, മിസ്സിനൊന്ന് മാറിപ്പോയതാണ്. സോ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സെറിബെല്ലം ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡിയാണ്. വേറെ നമ്മളുടെ ബോഡീൻ്റെ പോസ്ചർ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം, അതേപോലെ മസ്കുലർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക എന്നതൊക്കെയാണ് നമ്മളുടെ എന്താണ്, നമ്മളുടെ ആരുടെ പരിപാടി, സെറിബ്രത്തിൻ്റെ പരിപാടി. സോ സെറിബ്രം ഇസ് എ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ച് വെക്കണം, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. അവർ കൂടുതലായിട്ടും ഉള്ളത് എന്താണ്, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരാണ്. ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ, പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് അവരവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ മസ്കുലർ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, നിങ്ങൾക്കൊന്നും ഇഷ്ടമാവാത്ത പോലെ എന്നിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ തലാമസ്. നമുക്ക് തലാമസ് എവിടെയാണെന്ന് നോക്കണം. ദിസ് ഇസ് ദ വെയർ ദ തലാമസ് ഇസ് സീൻ. ഓക്കെ, ഇതാണ് നമ്മുടെ തലാമസ് പൊസിഷൻ. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾ ഓർത്ത് വെക്കണം. ദിസ് ഇസ് ദ തലാമസ് റീജിയൻ. ഈ തലാമസിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ദി ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ മെസ്സേജസിൻ്റെ ഒക്കെ ഒരു റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ പെയിൻ കില്ലേഴ്സ് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഈ മെസ്താൽ പോലത്തെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ തലാമസ് ഇസ് എ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹൂസ് ദി റിലേ സ്റ്റേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ റിലേ സ്റ്റേഷൻ ഫോർ മെസ്സേജസ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ, റിലേ സ്റ്റേഷൻ ഫോർ മെസ്സേജസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ തലാമസ്. ഓക്കെ, മേജർലി ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഹൂസ് ദ റിലേ സെൻറ്റർ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ റിലേ സെൻറ്റർ ആരാണ്, നമ്മളെ തലാമസ് ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ഹൈപ്പോതലാമസ്. ഹൂസ് ദ ഹൈപ്പോതലാമസ്? ഹൈപ്പോതലാമസ് ആണ് തലാമസിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആളാണ്. ഇത് കണ്ടോ, ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഹൈപ്പോതലാമസ് കാര്യം. ഓക്കെ, ദ സെക്കൻഡ് റീജൻ, തലാമസിൻ്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് ഹൈപ്പോതലാമസ് കാണാം. ഹൈപ്പോതലാമസിന് എപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ഹു മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ ബോഡി. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാ. അപ്പോൾ ഹൈപ്പോതലാമസ് H എന്ന് ആലോചിക്കുക, ഹോമിയോസ്റ്റാസിസ് ഫോർ ഹൈപ്പോതലാമസ് എന്ന് ആലോചിക്കുക. ഓക്കെ, സോ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ് ആൻഡ് റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, ഹങ്കർ, തേഴ്സ്റ്റ്, ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം നമ്മുടെ ഹൈപ്പോതലാമസാണ്. നമുക്കിപ്പോൾ ഭയങ്കര സാഡായിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര ആങ്കർ ആയിട്ട് നമുക്ക് തോന്നുന്നു, നമുക്ക് ദേഷ്യം വരണു ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് തേഴ്സ്റ്റ് വരുന്നു, ഹങ്കർ വരുന്നു, വിശപ്പ് വരുന്നു ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. സോ ഈ ഈസ് മെയിൻറ്റെയിനിങ് എവറി ബോഡീൻ്റെ ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, ഒരു നോർമാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെയർ ഹൈപ്പോതലാമസ് ഇസ് സീൻ. ഓക്കെ അല്ലേ, ഹൈപ്പോതലാമസിനെ അവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനിയും പാർട്സ് ഉണ്ട്. ഹൈപ്പോതലാമസ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെയിൻ സ്റ്റെം. ഇത്രയും 3 പേരെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബ്രെയിൻ സ്റ്റെമ്മിനകത്ത് മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുല ഒബ്ലാങ്കേറ്റ ഉണ്ട്. ഈ 3 പേരെയും കൂടെ കൂടിയിട്ടാണ് വി നോർമലി കോൾ ദം ആസ് ബ്രെയിൻ സ്റ്റെം. ഓക്കെ, അപ്പോൾ ബ്രെയിൻ സ്റ്റെം നോക്കുന്ന സമയത്ത് അവിടെ മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുല ഒബ്ലാങ്കേറ്റ ഉണ്ട്. ഇവരെ 3 പേരെയും കൂടി ആയിട്ടോ നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുക. 1, 2 and 3.
ഓക്കെ, മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോർഷൻ. ഓക്കെ, ഇവിടെ നമ്മളൊരു പേർപ്പിൾ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ മിഡ് ബ്രെയിൻ. ഓക്കെ, സോ ദിസ് മിഡ് ബ്രെയിൻ അവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇനീഷ്യൽ മെസ്സേജസ് ഒക്കെ നമ്മൾ എന്താണ് വിഷൻ, ഹിയറിങ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പ്രോപ്പർ മൂവ്മെൻറ്റ് ഓഫ് ഐ, ഓക്കെ, ഐൻ്റെ പ്രോപ്പർ മൂവ്മെൻറ്റ്, ഐബ്രോസിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏരിയയാണ് നമ്മുടെ മിഡ് ബ്രെയിൻ റീജിയൻ. അപ്പോൾ വിഷൻ, ഹിയറിംഗ് പറയുന്ന ആൾക്കാരുടെയൊക്കെ ഇനീഷ്യൽ അസസ്മെൻറ്റ് ഓഫ് മെസ്സേജസ് ഒക്കെ അസസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മിഡ് ബ്രെയിൻ. ഇനി അതിന് തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത ആളാണ് നമ്മുടെ പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പോൺസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഐ ആൻഡ് എന്താണ് ഐയും കൺട്രോൾ ചെയ്യും, അതേപോലെ തന്നെ ഫേസും, ഐ ആൻഡ് ഫേസിനെ റെഗുലേറ്റ് ചെയ്യുന്നവരാണ്. ഓക്കെ, ഐയും ഫേസും കൂടിയിട്ട് അവരുടെ ആക്ടിവിറ്റീസൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാളാണ്, സോറി. ഓക്കെ, ആൻഡ് ദേ വിൽ നോർമലി റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ. ഓക്കെ, ഇത്രയുമാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് വണ്ണാണ് നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റ. അബൌട്ട് ദ മെഡുല ഒബ്ലാങ്കേറ്റ, മെഡുല ഒബ്ലാങ്കേറ്റ എന്താ ചെയ്യുക, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, ഹാർട്ട് ബീറ്റ്, ഡയജഷന്, അതേപോലെ തന്നെ എന്താണ് ഹാർട്ട് ബീറ്റ്, ഡയജഷൻ, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫ്, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇൻവോളണ്ടറിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നി, നിങ്ങൾ എത്ര വിചാരിച്ചാലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഷുഡ് ബി ഗെറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ബോഡി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് ടു വോമിറ്റ്. ദാറ്റ് ഈസ് ബൈ ദ ആക്ഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ മെഡുല ഒബ്ലാങ്കേറ്റ there. Okay, so that is an involuntary action that is being normally done by your body. So you cannot control vomiting and all. Okay, so അതെന്താണ്, അവിടെ നമുക്കൊരു കൺട്രോളേ ഇല്ല, ഡൈജഷനിൽ കൺട്രോൾ ഇല്ല, ഹാർട്ട് ബീറ്റിൽ കൺട്രോൾ ഇല്ല. ഇഫ് യു തോട്ട് നമുക്കൊന്ന് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ, ഇല്ല. Okay, that is because the medulla oblongata is controlling the involuntary actions there. Okay അല്ലേ, ക്ലിയർ റൈറ്റ്? അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇത്രയുമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഹൂ ഇസ് എന്താണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഹൂ ഇസ് റിലേ സ്റ്റേഷൻ, ഹൂ ഇസ് ദ ഫസ്റ്റ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ഹൂ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ഹൂ കൺട്രോൾ ദ ഇൻവോളണ്ടറി ആക്ഷൻസ്, ഹൂ കൺട്രോൾ ദ വോളണ്ടറി ആക്ഷൻസ്, ഹൂ വിൽ ആക്ട് ആസ് എ തിങ്കിങ്, മെമ്മറി, സ്റ്റോറേജ് ഒക്കെ ആക്ട് ചെയ്യുന്നത് ആരാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതും ഡൈജഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്. ഓക്കെ, പിന്നെ ഫേസും മസിൽ അല്ലെങ്കിൽ ഐസും കൂടെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. പ്രോപ്പർ വെന്റിലേഷൻ കൊടുക്കുന്നത് ആരാണ്. പിന്നെ അതേപോലെ ഇനീഷ്യൽ അസസ്മെൻറ്റ് ഓഫ് എന്താണ് ഹിയറിംഗ് ആൻഡ് വിഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ABC ഓപ്ഷൻസ് തരും ആൻഡ് ദ ഫംഗ്ഷൻസ് തരും, ഹൂ ഇസ് ദാറ്റ് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഇനി ദ നെക്സ്റ്റ് തിങ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഡയഗ്രമാണിത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സ്ട്രക്ചേഴ്സിലൂടെയാണ് പോകുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാതെ ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ ആണോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ, സോ നമുക്ക് സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചർ പഠിക്കാം. സോ ദിസ് വൺ ഇസ് എ സ്പൈനൽ കോഡ്. അപ്പോൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ആൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സെൻട്രൽ കനാൽ കാണാം. ഓക്കെ, ദിസ് സ്പോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രൽ കനാൽ എന്ന് പറയാം. ഓക്കെ, സെൻട്രൽ കനാൽ ഇസ് ദ പാർട്ട് വേർ CSF കാണാൻ പറ്റും, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണാൻ പറ്റുന്ന ഏരിയയാണ് നമ്മളുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ് ഈ CSF ഉണ്ടാവുക, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവുക. അതൊരു നറിഷ്മെൻ്റ് ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലൂടെ പാസ് ചെയ്ത് സ്പൈനൽ കോഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. അതാണ് CSF എന്ന് പറയുന്നത്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സ്പൈനൽ കോഡിൽ എവിടെയാണ് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ കനാലിൽ കൂടിയാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ സെൻട്രൽ കനാലിലാണ് അവരുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ റൂട്ട്സ്. ഈ റൂട്ട്സിനെ നിങ്ങൾ എന്ത് പേര് വിളിക്കും, ഡോർസൽ റൂട്ട് എന്നാണ് പറയുക. ഡോർസൽ റൂട്ട് കൂടുതലായിട്ടും ഡോർസൽ റൂട്ടിൽ സെൻസറി ന്യൂറോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സെൻസറി ഇമ്പൾസസ് കൊണ്ടുപോകാൻ വേണ്ടി സെൻസറി ന്യൂറോൺസ് ആയിരിക്കും ഡോർസൽ റൂട്ടിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? സോ ദേ ട്രാൻസ്മിറ്റ് മെസ്സേജസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പം സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ ആരിലേക്ക് പോകുന്നുണ്ടാവുക, പെർട്ടിക്കുലർലി നമ്മുടെ ആരിൽ പോകുന്നുണ്ടാവുക, ഡോർസൽ റൂട്ടിലുണ്ടാവുക. സോ ഡോർസൽ റൂട്ട് ഇസ് ആക്ച്വലി ദാറ്റ് ഫോർ സെൻസറി ഇമ്പൾസസ് അല്ലെങ്കിൽ സെൻസറി റൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, സെൻസറി ഇമ്പൾസസ് ഓർ സെൻസറി റൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി വെൻട്രൽ റൂട്ടിൽ കൂടുതലായിട്ടും മോട്ടോർ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ മോട്ടോർ റൂട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ദേ ട്രാൻസ്മിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഓക്കെ, സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആയിരിക്കും. ഓക്കെ, സോ നമ്മളൊരു റിഫ്ലെക്സ് ആക്ഷനിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. റിഫ്ലെക്സ് ആക്ഷൻ ഓർ റിഫ്ലെക്സ് ആർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, അതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചർ തന്നിട്ട് ലേബൽ ദീസ് പാർട്സ് എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഓക്കെ, സോ ഗ്രേ മാറ്റർ നമുക്ക് എവിടെയാണ്, ഉള്ളിലാണ്, വൈറ്റ് മാറ്റർ പുറത്താണ്. നമ്മുടെ ബ്രെയിനിൻ്റെ കേസിൽ, സെറിബ്രത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബ്രെയിനിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞപ്പോൾ ബ്രെയിനിൽ
സെറിബ്രം നമ്മൾ പറഞ്ഞപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഔട്ടറിൽ ഇവിടെ ഔട്ടറിൽ എന്താ പറഞ്ഞത്? ഔട്ടറിൽ വൈറ്റ് മാറ്ററാ. സോ ഔട്ടറിൽ ഇവിടെ ഗ്രേയും, ഔട്ടർ ആസ് ഗ്രേ മാറ്റർ. ഓക്കെ, ഇന്നറിൽ വൈറ്റ് മാറ്ററുമായിരുന്നു, ബട്ട് സ്പൈനൽ കോഡിലേക്ക് വന്നപ്പം അതൊന്ന് തിരിഞ്ഞു ഗൈസ്. ഓക്കെ, സ്പൈനൽ കോഡിലേക്ക് വരുന്ന സമയത്ത് സ്പൈനൽ കോഡിൻ്റെ ഔട്ടർ പോർഷനിൽ വൈറ്റും, ഔട്ടർ പോർഷനിൽ വൈറ്റ് മാറ്ററും, ഇന്നർ പോർഷനിൽ ഗ്രേ മാറ്ററുമാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഐ ഹവ് ടോൾഡ് യു നൗ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഔട്ടറിൽ എന്താണ്? വൈറ്റ് മാറ്ററും ഇന്നറിൽ ഗ്രേ മാറ്ററുമാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഹായ് അദ്വൈത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ വെൻട്രൽ റൂട്ട് എന്താണ്? മോട്ടോർ ന്യൂറോൺ ആണെന്നും പിന്നെ അതേപോലെ തന്നെ എന്താണ്? മോട്ടോർ റൂട്ടാണ്, ഡോർസൽ റൂട്ട് സെൻസറി റൂട്ടുമാണെന്നും നിങ്ങൾ ഓർത്ത് വെക്കണം. ക്ലിയർ റൈറ്റ്? ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ദ സ്ട്രക്ചർ ഓഫ് സിനാപ്സ് ആണ്. ഓക്കെ, എങ്ങനെയാണ് സിനാപ്സിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇമ്പൾസസ് പാസ് ഔട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, സോ ഇതൊരു വലിയ ചാപ്റ്ററാണ് പാത്ത് ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും വിട്ടു പോകരുത്. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡയഗ്രാംസ് വിത്ത് ലേബലായി ചെയ്യാനുള്ള കാര്യങ്ങളും മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഓക്കെ, സോ ദിസ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്തായാലും നോക്കിയിട്ട് പോകാൻ പാടുള്ളൂ എക്സാമിന്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുന്നതാണ് ദ സ്ട്രക്ചർ ഓഫ് എ സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസ്റ്റ് സിനാപ്റ്റിക് നോബിന്ന് ഒരു പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്ന് ഒരു പോസ്റ്റ് സിനാപ്റ്റിക് നോബിലേക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ പറയുന്നത് സിനാപ്സ്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുക. സോ ഇതാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. അത് പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ഫസ്റ്റ് ന്യൂറോൺ. ഈ ഫസ്റ്റ് ന്യൂറോണിന് സെക്കൻഡ് ന്യൂറോണിലേക്ക് എങ്ങനെയാണ് നമ്മളുടെ ഇമ്പൾസസ് പാസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഫസ്റ്റ് ന്യൂറോണിൻ്റെ പേരാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, ദിസ് വൺ ഇസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ ആദ്യം ഇമ്പൾസസ് വരുന്നത് ഇവിടുന്നാണ്. ഈ ഇമ്പൾസസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പാസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ പേര് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, ഇതിൻ്റെ പേര് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെയാണ്. സോ ഹൗ ദ ഇമ്പൾസസ് ഇസ് ബീൻ പാസ്ഡ് എന്ന് നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ സ്പേസില്ലേ, ഈ സ്പേസിനെ നമ്മൾ സൂം ഇൻ ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് സൂം ഇൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാം. ഓക്കെ, സോ അതാണ് ഇവിടെയാണ് നമ്മുടെ എന്തൊരു സിനാപ്റ്റിക് നോബ, അടുത്ത സിനാപ്റ്റിക് നോബ. അപ്പോൾ ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബിലെത്തി. ഇവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇപ്പോൾ വന്നു കേട്ടോ. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ സിനാപ്റ്റിക് നോബ്, അവിടെ ബൾജ് ചെയ്തിട്ടുള്ള ആക്സോണിൻ്റെ ടിപ്പിൽ ബൾജ് ചെയ്തിട്ടുള്ള ഒരു സിനാപ്റ്റിക് നോബിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വന്നു. ഓക്കെ, സോ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇവിടെ എത്തി വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇവിടെ എത്തി. ഓക്കെ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ആരുണ്ട്? വെസിക്കിൾസിൽ നമ്മൾ ആരെയോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെസിക്കിൾസിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? റിലീസ് ഔട്ട് ചെയ്യും. ഓക്കെ, ഈ സ്പേസിലേക്ക് റിലീസ് ഔട്ട് ചെയ്യും. ഓക്കെ, വെസിക്കിൾസ് പോകത്തില്ല, വെസിക്കിൾസിൻ്റെ ഉള്ളിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അവർ റിലീസ് ചെയ്യുള്ളൂ. സോ ഈ ഒരു ഗ്യാപ്പിലേക്ക് അവരെന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഈ ഗ്യാപ്പിൻ്റെ പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാ പറയുക. കണ്ടോ, ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ന്യൂറോൺസ്. ന്യൂറോൺസിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റാണ്. സോ ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്മോൾ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയണത്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ ഈ ഗ്യാപ്പിലേക്ക് ഇവരെന്ത് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? അസറ്റൈൽ കൊളീൻ, ഡോപ്പമൈൻ, അല്ലെങ്കിൽ എന്താണ് എൻഡോർഫിൻ, അങ്ങനെ പല പല ആൾക്കാരുണ്ട്. ഓക്കെ, സോ നമ്മൾ നോർമലി ഇമ്പൾസസ് ഒക്കെ ഇതാക്കുന്ന സമയത്ത് അസറ്റൈൽ കൊളീനെ പറയാറ്. ഓക്കെ, സോ അസറ്റൈൽ കൊളീനെ ഇവരിവിടെ ഇങ്ങനെ റിലീസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, അത് പറഞ്ഞാൽ രണ്ടാമത്തെ ന്യൂറോൺ. ഈ ന്യൂറോണിൻ്റെ എന്താണ്? ഡെൻഡ്രൈറ്റ് പോലത്തെ ആൾക്കാരുണ്ടാവും. അവിടെ നമ്മളുടെ എന്തുണ്ടാവും? റിസെപ്റ്റേഴ്സ് ഉണ്ടാവും. ഈ റിസെപ്റ്റേഴ്സ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ആരാണ്ടാവുക? ഇവിടെ റിസെപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഇമ്പൾസിനെ ആക്റ്റീവ് അല്ലെങ്കിൽ എന്താണ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ റിസെപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഈ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇതിനെ അക്സെപ്റ്റ് ചെയ്യും.
അങ്ങനെ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ആ ഒരു ഇമ്പൾസിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ വഴി അവിടെ എന്താവും ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് ടു, ഇങ്ങനെയായിരിക്കും ആ ഒരു ഇമ്പൾസസ് കൊണ്ടുപോകുക. സോ ദിസ് ഈസ് ഹൗ ദ ഇമ്പൾസസ് ആർ ക്യാരീഡ് ഔട്ട്. ഇങ്ങനെ അത് എന്ത് ചെയ്യും, ക്യാരി ചെയ്യും. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ക്യാരി ഔട്ട് ചെയ്യും. ഓക്കെ ആണോ? സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്? സിനാപ്റ്റിക് ക്ലെഫ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യാണ്ട് ഒരു ഗ്യാപ്പാണ്. ഓക്കെ, ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷനായിട്ടൊന്നും പറയാനില്ല. മീനിങ് ആ ഗ്യാപ്പ് അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ നമുക്ക് ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് എ ഗ്യാപ്പ് ദർ. അപ്പോൾ ആ ഗ്യാപ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫെസിലിറ്റേറ്റ് ചെയ്യും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മുടെ റിസെപ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഓക്കെ, സോ അവിടെ ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പിൻ്റെ പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. വലിയ ഇതായിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് പറയാനില്ല. ദാറ്റ് ഗ്യാപ്പ് ഇസ് നോർമലി ഹെൽപ്പിംഗ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ടു റീച്ച് ദ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡെൻഡ്രൈറ്റ്സ് അല്ലെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് നോബിൻ്റെ റിസെപ്റ്റേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ആ ഒരു ഗ്യാപ്പ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സോ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ. ഓക്കെ, സോ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഇവിടെ കാണുന്നവരെല്ലാവരും ഈ ഒരു ലൈക്ക് ബട്ടൺ പോയിട്ട് ലൈക്ക് ചെയ്യണം. ഓക്കെ, സോ പോയി ചെയ്താൽ എല്ലാവരും ഇവിടെ കാണുന്നവരൊക്കെ. യെസ്, ക്ലിയർ ആണ്. താങ്ക് യു സൂര്യ. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ആളാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. നമുക്ക് 3 ടൈപ്പ് ന്യൂറോൺസിനെയാണ് പറയാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് സെൻസറി ന്യൂറോൺ, സെക്കൻഡ് വൺ ഇസ് മോട്ടോർ ന്യൂറോൺ, തേർഡ് വൺ ഇസ് ഏതാണ്, നമ്മുടെ ഇൻറ്റർ ന്യൂറോൺ. ഓക്കെ, 3 ന്യൂറോൺസിനെ പറ്റി പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സെൻസറി, സെക്കൻഡ് വൺ ഇൻറ്റർ, തേർഡ് വൺ മോട്ടോർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് 3 ടൈപ്പ് ഓഫ് ന്യൂറോൺ ഉണ്ട്. അപ്പം പെർട്ടിക്കുലർ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഹോട്ട് ഒബ്ജക്റ്റിൽ തൊട്ട് വിചാരിച്ചോ. ഇപ്പം മിസ്സിൻ്റെ അടുത്ത് ഇതൊരു ഹോട്ട് ഒബ്ജക്റ്റാണ്. മിസ്സ് പെട്ടെന്ന് ഒരു ഹോട്ട് ഒബ്ജക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ മിസ് എന്ത് ചെയ്യും, പെട്ടെന്ന് അതിനെ താഴെ ഇടും. കാരണം എന്താ, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു പെയിന് എന്ത് ചെയ്യണം, പെയിൻ നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു സ്പിൻ ഓഫ് ടൈം നമ്മളിങ്ങനെ കണ്ണ് ചിമ്മുന്ന ആ ടൈമിൽ, കണ്ണ് ചിമ്മുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഹോട്ട് ഒബ്ജക്റ്റ് നമ്മൾ താഴേക്ക് വെക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ഹോട്ട് ഫ്ലെയിമിൽ പോയി ടച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോ. ടച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആ കൈയെടുക്കും. ബിക്കോസ് എന്താണ്, അവിടെ നിങ്ങൾ ചിന്തിച്ചിരിക്കുമോ, മീനിങ് നിങ്ങളിപ്പോൾ ചിന്തിക്കുക ഞാനിപ്പോൾ ഹോട്ട് ഒബ്ജക്റ്റിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ആ കൈയെടുത്ത് മാറ്റുക? അല്ലല്ലോ. ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ടൈമിൽ നടക്കും. അതിനെ നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയും. സോ നമ്മൾ റിഫ്ലെക്സ് ആക്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷേ റിഫ്ലെക്സ് ആക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് 3 ന്യൂറോണിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇൻറ്റർ ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്. സെൻസറി റിസെപ്റ്റർ അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ ശരിക്കും നമ്മളിപ്പോൾ ആ ഹോട്ട് ഒബ്ജക്റ്റിനെ തൊട്ടല്ലോ, അപ്പോൾ തൊടുന്ന സമയത്ത് അവിടെ അതിനെ ആക്ട് ചെയ്യുന്ന ന്യൂറോണിനെയാണ് സെൻസറി ന്യൂറോൺ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കൈയായിരിക്കും ബേസിക്കലി അതിനെ പോയി തൊടുന്നത്, അല്ലെങ്കിൽ കാലിലായിരിക്കും പോയി തൊടുന്നത്. ഓക്കെ, അങ്ങനെ തൊടുന്ന സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ സെൻസറി ന്യൂറോൺസ് ഉണ്ട്. ഓക്കെ, സോ സെൻസറി ന്യൂറോൺസ് ആണ് ആ റിസെപ്റ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. സെൻസറി ന്യൂറോൺ ആക്സെപ്റ്റ്സ് ദ മെസ്സേജ്. ഓക്കെ, സോ സെൻസറി ന്യൂറോൺ ഇത് കേട്ടോ, റിസെപ്റ്റർ നമ്മൾ സെൻസറി ന്യൂറോണിലേക്ക് പാസ് ചെയ്തു, എന്നിട്ട് ഇൻറ്റർ ന്യൂറോണിലെത്തി. ഇൻറ്റർ ന്യൂറോൺ എന്ത് ചെയ്യും, മോട്ടോർ ന്യൂറോണിന് കൊടുക്കും. മോട്ടോർ ന്യൂറോണിന് കൊടുത്തിട്ടാണ് നമ്മുടെ മസിലോ ഗ്ലാൻഡിലോ അവിടെ എന്തുണ്ടാവുക, നമുക്കൊരു ആക്ഷൻ കൊണ്ടുവന്ന് നമ്മൾ കൈയെടുത്ത് മാറ്റുന്നത്. ഓക്കെ, സോ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞു തരാം. ദാറ്റ് ഈസ് നമ്മൾ നോക്കുന്നത് ഏതാണ്, നമ്മുടെ റിഫ്ലെക്സ് ആക്ഷനിലേക്ക് പോകാം. നമുക്ക് അതിൻ്റെ ഒപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് റിഫ്ലെക്സ് ആക്ഷനാണ്. അപ്പോൾ നമുക്കത് പറയാം ആദ്യം. ഓക്കെ, സോ അബൌട്ട് ദ റിഫ്ലെക്സ് ആക്ഷൻ, ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആവും റിഫ്ലെക്സ് ആക്ഷൻ പറയുന്ന സമയത്ത്. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു ഹോട്ട് ഒബ്ജക്റ്റ് ടച്ച് ചെയ്യാൻ പോവുക. കണ്ടോ, ഒരു ഫ്ലെയിം നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ടച്ച് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ ആക്ട് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡുമിലേക്ക് അവിടെ ആക്ഷൻ വരുന്നത്. ഓക്കെ, സ്പൈനൽ കോഡാണ് ഇവിടെ മേജർലി ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത്. മിസ് അത് ചോദിക്കാം. ഓക്കെ, സോ നിങ്ങളൊരു ഹോട്ട് ഒബ്ജക്റ്റ് ടച്ച് ചെയ്തു. ഓക്കെ, ടച്ച് ചെയ്ത സമയത്ത് റിസെപ്റ്റേഴ്സ് ഇൻ ദ ഫിംഗേഴ്സിൽ നമുക്ക് കുറേ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഇതിനെ എടുക്കും. ഓക്കെ, റിസെപ്റ്റേഴ്സ് ഈ ഒരു ഇമ്പൾസിനെ എടുക്കും. ഓക്കെ, ഇമ്പൾസിനെ എടുത്തിട്ട് അതൊരു സ്പിൻ ഓഫ് ടൈമിലൂടെ നമ്മുടെ സെൻസറി ന്യൂറോണിലൂടെ പാസ് ചെയ്യും. കണ്ടോ, നമ്മുടെ ഹാൻഡിൽ സെൻസറി ന്യൂറോൺ ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഫസ്റ്റ് ന്യൂറോൺ സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോൺ അതെന്ത് ചെയ്യും, അതിനെ നേരെ കൊടുക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡിലേക്കാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ടു യുവർ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ ആരുണ്ട്, ഇൻറ്റർ ന്യൂറോൺ ഉണ്ട്, അല്ലെങ്കിൽ വി കോൾ ദം ആസ് റിലേ ന്യൂറോൺ. ഓക്കെ, ഇൻറ്റർ ന്യൂറോൺ അല്ലെങ്കിൽ നമ്മൾ ഇവരെ വിളിക്കുന്ന പേരാണ് റിലേ ന്യൂറോൺ. റിലേ ന്യൂറോൺ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു
യെല്ലോ കളറിൽ കാണാൻ പറ്റുന്ന ആളാണ് ഏതാണ് ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ റിലേ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൻസറി ന്യൂറോൺ അതിനെ അക്സെപ്റ്റ് ചെയ്തു, അത് റിലേ ന്യൂറോണിലെത്തി. റിലേ ന്യൂറോണിന് അത് എങ്ങോട്ടേക്ക് പോയി, ഒരു ഗ്രീൻ കളറിലേക്ക് പോവുക. ഗ്രീൻ കളർ ഏതാ, മോട്ടോർ ന്യൂറോണാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിലേക്ക് കൊടുത്തു. മോട്ടോർ ന്യൂറോൺ എവിടേക്കാണ് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഇഫക്ടറിലേക്കാണ് കൊടുത്തത്. ഇഫക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലാണ്. അപ്പോൾ നമ്മൾ കൈ തൊട്ടാൽ നമ്മൾ പെട്ടെന്ന് കൈ എടുക്കുന്നില്ലേ, ബിക്കോസ് നമ്മുടെ മസിൽ അവിടെ ആക്ട് ചെയ്തു. മസിലിന് മനസ്സിലായി അയ്യോ ഏതോ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് തൊട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി കൈ എടുത്തു. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് കൈ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളോട് മിസ് ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെ ബ്രെയിൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇവിടെ ബ്രെയിൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, വേഗം പറ. ഇന്റർ ന്യൂറോൺ സ്പൈനൽ കോഡിലാണ് ആദ്യം, കറക്റ്റാണ്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ കൈ എടുത്തു, സ്പൈനൽ കോഡ് ആക്ഷൻ എവിടെ നടന്നേ, ഈ ഒരു പെർട്ടിക്കുലർ റിഫ്ലക്സ് ആക്ഷനിൽ നിങ്ങൾ സ്പൈനൽ കോഡിനെ മാത്രമേ കാണുന്നുള്ളൂ. വേർ ഇസ് ദ ബ്രെയിൻ, ബ്രെയിൻ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങൾ പറഞ്ഞേ. ഇസ് ബ്രെയിൻ ഇൻവോൾവിങ് ദെയർ ഓർ നോട്ട്, ഇല്ല, ബ്രെയിൻ ഇൻവോൾവ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് ബ്രെയിൻ ഇൻവോൾവ് ചെയ്യാത്തത്, ഡു യു നോ വൈ ഇസ് ദ റീസൺ, എന്തുകൊണ്ടാണ് ബ്രെയിൻ അവിടെ ഇൻവോൾവ് ചെയ്യാത്തത്? നോ, ഡേവിഡ് പറഞ്ഞു, ഡേവിസ് പറഞ്ഞു, നോ എന്ന് പറഞ്ഞു. സോ പറ, അതെന്തുകൊണ്ടാണ് ബ്രെയിൻ ഇൻവോൾവ് ചെയ്യാത്തത്, എന്തുകൊണ്ടായിരിക്കും ബ്രെയിൻ? നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇത് നമ്മളുടെ നേരെ സെൻസറി ന്യൂറോൺ ബ്രെയിനിലേക്കാണ് കൊടുക്കുന്നത് വിചാരിക്കുക. നമുക്കറിയാം സെൻസറി ന്യൂറോൺ നേരെ പോകുന്നത് എവിടേക്കാണ്, ബ്രെയിനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ബ്രെയിനിലേക്ക് പോയിട്ട് ബ്രെയിനിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ അതാണോ ഫാസ്റ്റ്, ഇതാണോ ഫാസ്റ്റ്, ഏതാ നല്ലത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? വൈ ദർ ഇസ് നോ ഇൻവോൾവ്മെന്റ് ഓഫ് ബ്രെയിൻ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ബ്രെയിനിലേക്ക് പോവാത്തത്? അറിയില്ല, എന്തുകൊണ്ടായിരിക്കും ബ്രെയിനിലേക്ക് പോവാത്തത്? ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം, ദ ഹാൻഡ് വിൽ ബി ഡാമേജ് ഇൻ ദിസ് ടൈം. വെരി ഗുഡ്, വെരി ഗുഡ് ഡേവിസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിലേക്കാണ് ഈ സെൻസറി ന്യൂറോൺ കണക്ട് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പം നിങ്ങൾ ഫ്ലോട്ട് ഫ്ലെയിം ഉണ്ട് വിചാരിച്ചോ, ഇങ്ങനെ കൈ അതിൽ വെച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ബ്രെയിനിലേക്കാണ് പോകുന്നതെങ്കിൽ ബ്രെയിനിൽ എന്ത് ചെയ്യണം, തിങ്കിങ് കപ്പാസിറ്റി നമ്മുടെ ഫോർ ബ്രെയിൻ സെറിബ്രത്തിൻ്റെ അവിടേക്ക് ചെല്ലണം. അവിടെ പോയിട്ട് നിങ്ങളിങ്ങനെ ആലോചിക്കും, തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓ നോ, നമ്മളിപ്പോൾ ഹോൾട്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കിങ്ങനെ തോന്നും. ഓക്കെ, അന്ന് നമ്മൾ ആലോചിച്ചിരുന്ന് അത് കുറച്ച് സമയം എടുത്ത് പ്രോസസ്സ് ചെയ്ത് ബ്രെയിൻ അതൊക്കെ പ്രോസസ്സ് ചെയ്ത് മോട്ടോർ ന്യൂറോൺ വഴി കൊടുത്ത് വരുമ്പോഴേക്കും നമ്മൾ കൈയെല്ലാം ഉണ്ടാവും, ദാറ്റ് വിൽ ബി ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും, കൈ ഫുള്ളി ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. സോ അത് നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പൈനൽ കോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ വെൻ വി ഡിപ്പെൻഡ് അപ്പോൺ സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് ആക്ഷൻ സംഭവിക്കും, റാപ്പിഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കൈ അവിടുന്ന് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ ആണോ? ഓക്കെ, സോ റിഫ്ലെക്സ് ആക്ഷൻ ബൈപ്പാസ് ദ ബ്രെയിൻ. ഇത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും രണ്ട് പേർക്കും പഠിക്കാനുള്ള കാര്യമാണ്. പാത്ത് ഓഫ് ഇവല്യൂഷൻ ശരിക്കും സ്റ്റേറ്റ് ആണ്, പക്ഷെ നമ്മൾ ഇതിൽ എല്ലാ കോൺസെപ്റ്റ്സും പറയുന്നുണ്ട്, CBSEക്കാർക്കും കേൾക്കാം, സോ ദാറ്റ് നിങ്ങൾക്കും ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവും. നിങ്ങൾക്കും പഠിക്കാനുണ്ട് ഇതേ ചാപ്റ്റേഴ്സ്. ഓക്കെ, റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾ പോകണ്ട. The brain is informed after the hand has been removed by the impulse from the spinal cord. Yeah, very good. അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളുടെ ഈ റിഫ്ലക്സ് ആക്ഷൻ കൈയൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് പോകും, ഓ നിങ്ങൾ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് തൊട്ടിരുന്നു എന്നൊരു ഒബ്ജക്റ്റ്, ഒരു ഇൻട്രപ്ഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോകും. എന്നിട്ടേ നമ്മളുടെ ബ്രെയിൻ അവിടെ ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ആദ്യത്തെ ഫംഗ്ഷൻ നമ്മുടെ റിഫ്ലക്സ് ആക്ഷനിൽ മേജർലി കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ സ്പൈനൽ കോഡാണ്. ദെൻ ഓൺലി ആര് വരുള്ളൂ, ബ്രെയിൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ആ റാപ്പിഡ് റെസ്പോൺസ് കഴിഞ്ഞതിന് ശേഷമേ ബ്രെയിനിൽ ആ ഒരു മെസ്സേജ് ചെല്ലത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ റൈറ്റ്. ഇനി നമ്മൾ ദ മേജർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ് ഗൈസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. റിഫ്ലെക്സ് ആക്ഷൻ ബൈപാസസ് the brain to ensure an immediate automatic involuntary response to danger. നമ്മൾ പെട്ടെന്ന് ഒരു ഡേഞ്ചറിലേക്ക് എത്തുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. വേറെ നമ്മൾ ഇപ്പം ഒരു ബസ്സിൻ്റെ മുന്നിൽ, ഓക്കെ, ഇപ്പോൾ ആക്സിഡൻ്റലി നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബസ് നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ, ബസ് നമ്മുടെ മുന്നിലേക്ക് വരികയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ആയിരിക്കും ഫസ്റ്റ് റിയാക്ട് ചെയ്യാം. നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഫസ്റ്റ് ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്ന ഈ പവർ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, സേഫ് ആവാൻ വേണ്ടി നോക്കും. ഏതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാലും നമ്മളുടെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നമുക്കൊന്ന് തിങ്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കില്ല. ഓക്കെ, നമ്മൾ തിങ്ക് ചെയ്യാൻ നിന്ന് ഓ ബസ് വരുന്നുണ്ട് എന്നാലോചിച്ച് നമ്മൾ അവിടെ കുറച്ച് നേരം നിൽക്കും. അപ്പോൾ ബസ് അപ്പോഴേക്കും വന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, സോ അവിടെ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി നമുക്ക് പറ്റുകയില്ല. ഓക്കെ, സോ മേജർലി നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ പോസിബിളായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം, സ്പൈനൽ കോഡ് വേണം. സ്പൈനൽ കോഡ് ഒരു റാപ്പിഡ് ആയിട്ടുള്ളൊരു പെട്ടെന്നുള്ളൊരു സ്പോണ്ടേനിയസ് റെസ്പോൺസ് അവിടെ കൊടുക്കും. അത് നമ്മുടെ ബോഡി ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ഒരു റെസ്പോൺസാണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ?
സോ ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്. സോ ഇത്രയുമാണ് ഗൈസ് നമ്മുടെ ചാപ്റ്ററിൽ മേജർലി നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ക്ലിയർ എന്ന് പറഞ്ഞേ വേഗം. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു, ചാപ്റ്ററിൻ്റെ എല്ലാ പോർഷനും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ PYQയിലേക്കാണ് പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് നമ്മൾ അറിയണ്ടേ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു ടാസ്ക് കൂടിയുണ്ട്. ഓക്കെ, സോ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് നമുക്കറിയണം. ഓക്കെ, yeah, very good, Advait. These actions are the processes primarily done through the spinal cord rather than the conscious brain, allowing for rapid responses. Very good. Okay. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്താലോ? പാത്ത് ഓഫ് എവല്യൂഷൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്കാണ് ഗൈസ് നമ്മൾ ഇനി പോകുന്നത്. വേർ വി ആർ ഗോൺ ടു ഡിസ്കസ് മോർ അബൌട്ട് ദ പോസിബിൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ എൻ്റെ കൂടെ നിങ്ങൾ ഓരോന്നിൻ്റെ ആൻസേഴ്സ് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ തരണം, സോ ദാറ്റ് വി ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ വേഗം ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, നമുക്ക് ഉത്തരമൊക്കെ കറക്റ്റ് ആണോ നോക്കണ്ടേ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് തന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ. ഓക്കെ, നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടർ. ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? ചാൾസ് ഡാർവിൻ ആണോ? ആൽഫ്രഡ് റുസൽ വെല്ലേസ് ആണോ? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആണോ? ഓർ ഹ്യൂഗോ ഡി വെറസ് ആണോ? ഹൂ ഇസ് ദ വൺ ഹൂസ് ആക്ച്വലി ഫൗണ്ട് ഔട്ട് ദ തിയറി ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഹൂസ് ദ വൺ? നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഹൂസ് ദ ഫസ്റ്റ് വൺ ഹൂ റെസ്പോൺസ് എന്ന് മിസ് നോക്കുന്നുണ്ട്. ഓക്കെ, ആരാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടർ പ്രപ്പോസ് ചെയ്തത്? അറിയാം, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എന്തായാലും അറിയുന്ന കാര്യമായിരിക്കും. ചാൾസ് ഡാർവിൻ, ആൽഫ്രഡ് റുസൽ വെല്ലേസ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്, അല്ലെങ്കിൽ ഹ്യൂഗോ ഡി വെറസ്. ഹൂസ് ദ വൺ? യാ, വെരി ഗുഡ്. ആരാണ്? ആൽഫ്രഡ് ആണോ ചോദിക്കണു? അല്ല, ആൽഫ്രഡ് അല്ല. ആരാണ്? യാ, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. യാ, വെരി ഗുഡ്. സി ആണ് ദ റൈറ്റ് ആൻസർ. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ലാമാർക്കാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് പറഞ്ഞത്. അത് പറഞ്ഞ് ലാമാർക്കിസം പുട്ട് ഫോർവേഡ് ചെയ്തത്. ഓക്കെ, ലാമാർക്കിസം പുട്ട് ഫോർവേഡ് ചെയ്ത ആളാണ്. സോ ലാമാർക്കിസത്തിൽ നമ്മൾ ആരെ ആലോചിക്കേണ്ടത്? നമ്മൾ ജിറാഫിനെ ആലോചിക്കുക. അവർ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗൻ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യും എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാ. ഓക്കെ, അപ്പോൾ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിനെ മറന്നു പോകരുത് ഗൈസ്. ഓക്കെ, യാ, ലാമാർക്ക് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ഇൻ ദ ബോക്സ് റെഫേഴ്സ് ടു ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ഓക്കെ, ഒരു സയൻറ്റിസ്റ്റിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ സയൻറ്റിസ്റ്റ്. എ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇൻഡിക്കേഷൻസ് വെച്ചിട്ട് നിങ്ങൾ സയൻറ്റിസ്റ്റ് ആരാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ആരാണ്? ഒറിജിനൽ സ്പീഷീസ് കണ്ടുപിടിച്ചത് ആരാണ്? HMS ബീഗിളിലൂടെ വോയേജിൽ പോയ ആളാരാണ്? ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് പോയ ആളാരാണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ പുട്ട് ഫോർവേഡ് ചെയ്ത ആളാരാണ്? അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ മനസ്സിൽ വരുന്നുണ്ട് അല്ലേ? ആൽഫ്രഡ് ആരാണ്? ആൽഫ്രഡ് വെല്ലേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമ്മൾ മിസ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് പറഞ്ഞിരുന്നു, മിസ് പറയാം. ആൽഫ്രഡ് വെല്ലേസ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോബർട്ട് മറ്റേ ഇവർ പറഞ്ഞില്ലടാ, ആരായിരുന്നു? മാൽത്യൂസ്. ഓക്കെ, ദാറ്റ് റോബർട്ട് മാൽത്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ്, തോമസ് റോബർട്ട് മാൽത്യൂസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഹീ പുട്ട് ഫോർവേഡ് പോപ്പുലേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫുഡ് സ്കാസിറ്റി കൂടും, പോവർട്ടിയും ഡിസീസസും കൂടുന്നു മിസ് പറഞ്ഞിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പം അതേപോലെ തന്നെ വെല്ലേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും കൂടി നമ്മുടെ ഡാർവിനെ ഹെൽപ്പ് ചെയ്തിട്ട് മിസ് ഉത്തരം പറഞ്ഞു. ഓക്കെ, ഹെൽപ്പ് ചെയ്തിട്ട് ഒറിജിനൽ സ്പീഷീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആൽഫ്രഡ് വെല്ലേസിനെ പറ്റിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ആൽഫ്രഡ് വെല്ലേസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വൺ ദെയർ. സോ ദ ആൻസർ ഇസ് ചാൾസ് ഡാർവിൻ. നിങ്ങൾക്ക് കിട്ടിക്കാണും, നിങ്ങളോട് ഉത്തരം എഴുതുന്നുണ്ട്. എന്നാലും ദാറ്റ് ഇസ് ദ കറക്റ്റ് വൺ. എന്താണ്? ചാൾസ് ഡാർവിൻ ആണ് ദ സയൻറ്റിസ്റ്റ്. ഓക്കെ, ചാൾസ് ഡാർവിൻ. ഓക്കെ, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വാട്ട് വാസ് ദ ഐഡിയ ഹി പുട്ട് ഫോർവേഡ്? എന്ത് ഐഡിയ ആയിരുന്നു ചാൾസ് ഡാർവിൻ പറഞ്ഞത്? ദാറ്റ് ഈസ് ഹി പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ഒറിജിനൽ സ്പീഷീസ് എന്ന് പറയുന്ന ബുക്കിലൂടെ ഹി പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ.
ഓക്കെ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ദാറ്റ് ഇസ് നേച്ചർ സെലക്ട്സ് ദ നീഡഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, എന്ത് ചെയ്യും, നമ്മുടെ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ആ ഒരു വേരിയേഷൻ നടന്നിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നേച്ചറാണ് സെലക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വിച്ച് ഈസ് ഹാവിങ് ദ മോസ്റ്റ് പ്രോപ്പർ കപ്പാസിറ്റി ഉള്ളവരുടെ ആ ഒരു ക്യാരക്ടർ വിൽ ബി പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് അവിടെ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സോ ഇനി മുന്നേ നമുക്ക് ഒരാളെയും കൂടി പറയാനുണ്ടെന്ന് തോന്നുന്നു, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഓക്കെ, നെയിം ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഇതുകൂടി പറ. ഓക്കെ, കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ റെപ്റ്റൈൽ ആൻഡ് ബേർഡ്സ് ആരായിരുന്നു? നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ ഫോസിൽ എവിഡൻസസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് എന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മിസ് പറഞ്ഞിരുന്നു. ഹൂ ഇസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്? ആരായിരുന്നു ഗൈസ്? നമ്മൾ ഫോസിൽ എവിഡൻസിൽ ഓർഗാനിക് എവല്യൂഷൻ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മളൊരു സെക്കൻഡ് വൺ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ആരാന്ന്, ഡൈനോസർക്ക് മുന്നേ നമ്മളിത് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് ഇസ് ഹും? വെരി ഗുഡ്, സൂര്യ ദാറ്റ് ഇസ് ആർക്കിയോപ്റ്റെറിക്സ്. വെരി ഗുഡ്. ഓക്കെ, ആർക്കിയോപ്റ്റെറിക്സ് ആണ് റൈറ്റ് ആൻസർ. ആർക്കിയോപ്റ്റെറിക്സ്. ഓക്കെ, ആർക്കിയോപ്റ്റെറിക്സ് ഇസ് ദ കണക്റ്റിംഗ് ലിങ്ക്. വെരി ഗുഡ്. ആർക്കിയോപ്റ്റെറിക്സ്. ഓക്കെ, then the next question നോക്കാം. What causes the diversity in the beak shape among the Galapagos finches? ഓക്കെ, ഏത് പർട്ടിക്കുലർ ചേഞ്ച് ആണ് ഗാലപ്പഗോസ് ഐലൻഡിൽ ബേർഡ്സിൻ്റെ ബീക്സ് ഷേപ്പിലൊരു ഡൈവേഴ്സിറ്റി കൊണ്ടുവന്നത്? ഏത് റീസൺ ആണ്? ഓപ്ഷൻ എ, acquired traits inherited over time. ഓക്കെ, അത് നമ്മുടെ ലാമാക്രിസത്തിലേക്കാണ് പോകുന്നത്, അതാണോ നിങ്ങൾ നോക്കുക. acquired traits inherited over time, variation selected by the food availability, direct environmental changes to the beak, migration of new islands. ഏതാണ് വരിക? acquired traits inherited over time ആണോ, വേരിയേഷൻ സെലക്റ്റഡ് ബൈ ദ ഫുഡ് അവൈലബിലിറ്റി ആണോ, ഡയറക്റ്റ് എൻവയറമെൻറ്റൽ ചേഞ്ചസ് ടു ദ ബീക്ക് ആണോ, അല്ലെങ്കിൽ മൈഗ്രേഷൻ ടു ദ ന്യൂ ഐലൻഡ് ആണോ? വാട്ട് ഹാപ്പൻസ് ദെയർ? ശരിക്കും ആലോചിച്ചേ. ബി ഇസ് ദ റൈറ്റ് ആൻസർ. ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? വേരിയേഷൻ സെലക്റ്റഡ് ബൈ ദ ഫുഡ് അവൈലബിലിറ്റി ആണ്. ഓക്കെ, വേരിയേഷൻസ് ആർ കോസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഫുഡ് അവൈലബിലിറ്റി. നമ്മൾ പറഞ്ഞിരുന്നു ഗാലപ്പഗോസ് ഐലൻഡിലെ ഫിഞ്ചസിൻ്റെ ഫുഡിനൊരു സ്കാസിറ്റി വന്നപ്പോൾ ദേ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫുഡ് ദാറ്റ് ദേ ഹാഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഐലൻഡ്. ഓക്കെ, ചിലവർ സീഡ് ഈറ്റ് ചെയ്യാൻ പോയി, ചിലവർ ഇൻസെക്റ്റിനെ ഈറ്റ് ചെയ്യാൻ പോയി, ചിലവർ കാക്ടസ് ഈറ്റ് ചെയ്യാൻ പോയി. ബേസ്ഡ് ഓൺ ദ ഫുഡിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ബീക്കിനും എന്തുണ്ടായി? ഒരു ചേഞ്ച് ഉണ്ടായി. Okay, so the answer is variation selected by the food availability. B is the right answer. Very good. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഈസ് ഒബ്സർവ് ദ ഇമേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിരുന്നു ഈ പിക്ചർ മിസ് ക്ലാസ് എടുത്തപ്പോഴും മിസ് പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ അതേ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത അതേ ഡിറ്റോ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഒബ്സർവ് ദ ഇമേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏതാണ് ആ പിക്ചർ? സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഡസ് ദിസ് ഇമേജ് ഇൻഡിക്കേറ്റ്? ഇതെന്താണ്? ഓക്കെ, ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഡു ദ പാർട്സ് എ ആൻഡ് ബി റെപ്രസെൻറ്റ്? ഇവിടെ കൊടുത്തിട്ടുള്ള എയും ബിയും എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഓക്കെ, എ ഡോർസൽ റൂട്ട്. വെരി ഗുഡ്. നിങ്ങൾ ബി ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എ ഡോർസൽ റൂട്ടാണ്. ഓക്കെ, ഡോർസൽ റൂട്ട്. ഈ ഡോർസൽ റൂട്ടിനെ നമ്മൾ സെൻസറി റൂട്ട് എന്നും കൂടെ പറയും. ഓക്കെ, സെൻസറി റൂട്ടാണെന്ന് പറയാം. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ ബി? എ സ്പൈനൽ കോഡ്. എ സ്പൈനൽ കോഡ്. എൻ്റെ ഉത്തരം നിങ്ങൾ പറയുന്നുണ്ട് സ്ട്രക്ചർ ഓഫ് ദ സ്പൈനൽ കോഡാണ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡാണ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ദ സ്പൈനൽ കോഡ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ബി എന്തായിരിക്കും? വാട്ട് ഈസ് ദ ബി ദാറ്റ് റെപ്രസെൻറ്റിംഗ് ദെയർ? എ ഡോർസൽ. സൂര്യ കറക്റ്റ് ആണ്, എ ഡോർസൽ ആണ്. അതോ ബി എന്തായിരിക്കും? എ ഡോർസൽ ആണെങ്കിൽ ബി എന്തായിരിക്കും? വെരി ഗുഡ്. വെൻട്രൽ റൂട്ടാണ്. വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ടിന് നമ്മൾ മോട്ടോർ റൂട്ട് എന്നും കൂടെ പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. എ ഡോർസൽ റൂട്ട്, ബി വെൻട്രൽ റൂട്ടാണ്. ബി വെൻട്രൽ റൂട്ട്. ഇനി ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേ
സോ നമ്മൾ ഇതിലൊരാളെ നമ്മൾ പറഞ്ഞില്ല അല്ലേ, നിങ്ങൾക്ക് പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കും മിസ് പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, സോ പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കും നമ്മൾ വിട്ടുപോയിരുന്നു. അത് പറഞ്ഞാലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്ന സമയത്ത് വി ഹാവ് എന്താണ്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ കാണാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് എന്ന് പറയുന്ന സമയത്ത് ഇവർ കൂടുതലായിട്ടും എമർജൻസി റെസ്പോൺസസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. മീനിങ് എമർജൻസി സിറ്റുവേഷൻസിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ഡോഗ് ബൈറ്റ് ചെയ്യാൻ വന്നു, നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് കാണും. നിങ്ങൾക്ക് സെലൈവ നിന്ന് പോയിട്ടുണ്ടാവും, വായിൽ കുറേ വായിൽ അങ്ങനെ സെലൈവ ഉണ്ടാവില്ല, ഹാർട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടാവും, ഭയങ്കര ടെൻഷൻ ആയിരിക്കും, കൈയൊക്കെ ഭയങ്കരമായിട്ടും കോൾഡ് ആവാൻ തുടങ്ങും. പിന്നെ എന്തൊക്കെ കാണാൻ പറ്റും, റെസ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് റെസ്പോൺസ്. പെട്ടെന്ന് ഒരു ഡേഞ്ചർ വരുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റെസ്പോൺസ് ആണ് ഈ ഒരു സിമ്പത്തറ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കണ്ണിലെ പ്യൂപ്പിളൊക്കെ ഡൈലേറ്റ് ചെയ്യും. അത് പറഞ്ഞാൽ ഒരു ഡേഞ്ചർ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ പോകുന്നത്. അത് പറഞ്ഞാൽ എമർജൻസി റെസ്പോൺസസ് എന്നും കൂടെ നമുക്ക് പറയാം. ഓക്കെ, ഇതിനേക്കാൾ നല്ലത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വൺ എമർജൻസി റെസ്പോൺസ് ആണ്. എമർജൻസി റെസ്പോൺസ് ആണ്. അത് പറഞ്ഞാൽ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും. ഓക്കെ, സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ഹാർട്ട് ബീറ്റ് ആണ്, റെസ്പിറേഷൻ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യും, റീറ്റെയിൻസ് യൂറിൻ ആണ്. ഇത്രയും ചേഞ്ചസ് ആണ് സിമ്പത്തറ്റിക്. ഒരു പെട്ടെന്നൊരു ഡേഞ്ചർ സംഭവിക്കുന്ന സമയത്ത് എമർജൻസി ആയിട്ട് നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കുന്ന ചേഞ്ചസ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഹായ് ടീച്ചർ, ഒരു ഡൗട്ടുണ്ട്. യാ, ചോദിക്കാം. വാട്ട് ഈസ് ദ ഡൗട്ട്? ചോദിച്ചോളൂ. ഓക്കെ, ഇനി പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് നമ്മൾ പറയാം. ഓക്കെ, ഒരു റെസ്റ്റ് സിറ്റുവേഷനിൽ നമ്മുടെ ബോഡീൻ്റെ ഒരു റിയാക്ഷൻ എന്താണെന്നാണ് പാരാസിമ്പത്തറ്റിക് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ പ്യൂപ്പിൾ എന്താവും, കൺസ്ട്രക്ട് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ അതേപോലെ സെലൈവ കൂടുതലായിട്ട് വരും, ഹാർട്ട് ബീറ്റ് ഒക്കെ കുറയും, നമ്മുടെ റെസ്പിറേഷൻ കൺസ്ട്രക്ട് ചെയ്യും. ദേ സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ, ഇൻക്രീസ് പെരിസ്റ്റാൾസിസ് ആൻഡ് യൂറിനറി ബ്ലാഡറിൽ യൂറിൻ എന്താവും, എംപ്റ്റി ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഉണ്ടാകുന്ന ആ ചേഞ്ചസ്. ഓക്കെ, സോ ഈ പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കിനെ പറ്റി ഒരു ഐഡിയ വേണം. സിമ്പത്തറ്റിക് എപ്പോഴും നമ്മൾക്ക് എമർജൻസി റെസ്പോൺസ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ അത് എമർജൻസി അല്ല, എന്താണ്, ഒരു റെസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ഗോട്ട് ദ ഐഡിയ അബൌട്ട് ഇറ്റ്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നിങ്ങൾ സോൾവ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എഡ്രിനൽ ഗ്ലാൻഡിന് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആണ്. ഓക്കെ, എഡ്രിനൽ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന റെസ്പോൺസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എഡ്രിനൽ ഗ്ലാൻഡിന് എന്ത് ടൈപ്പ് ഓഫ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വാട്ട് വിൽ ബി ദ ആക്ഷൻ ഓൺ ദ എഡ്രിനൽ ഗ്ലാൻഡ്? എഡ്രിനൽ ഗ്ലാൻഡിൽ എന്ത് ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക? ഇനി ഫസ്റ്റ് വൺ, എഡ്രിനൽ ഗ്ലാൻഡിൽ ഇൻക്രീസ് ഹോർമോൺ ആയിരിക്കും. ഇൻക്രീസ് സിമ്പത്തറ്റിക്കിൻ്റെ സമയത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുകയല്ലേ ചെയ്യുക. ഓക്കെ, ഹോർമോൺ പ്രൊഡക്ഷൻ. ഓക്കെ, ബട്ട് പാരാസിമ്പത്തറ്റിൻ്റെ കേസിൽ നോ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദെൻ യൂറിനറി ബ്ലാഡർ ഇവിടെ എന്തായിരിക്കും, റീറ്റെയിൻ ചെയ്യും, റീറ്റെയിൻ യൂറിൻ ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ വിൽ ബി എന്താണ്, എംപ്റ്റീസ് യൂറിൻ ആയിരിക്കും. നമ്മൾ റെസ്റ്റിലാവുന്ന സമയത്ത് ദിസ് വൺ ഇസ് എ റെസ്റ്റ് ഏരിയ. ഓക്കെ, ഇവിടെ ആവുമ്പോൾ എമർജൻസി റെസ്പോൺസ് ആണ്. ഓക്കെ, സോ എംപ്റ്റീസ് യൂറിൻ ആണ്. ക്ലിയർ ആണോ? എഡ്രിനൽ ഗ്ലാൻഡിലും യൂറിനിലും ഉണ്ടാവുന്നത് ഏതാണ് മിസ് ഒന്നും കൂടി പറഞ്ഞു തരേണ്ടത്? പാരാസിമ്പത്തറ്റിക് ആണോ സിമ്പത്തറ്റിക് ആണോ? ഏത് കാര്യമാണ്? ഇനിയിപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മിസ്സിൻ്റെ ലൈവ് കാണാം. ഇത് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൂടെ ഫസ്റ്റ് തൊട്ട് കണ്ടാൽ മതി. ഏതെങ്കിലും പോർഷൻ മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കണ്ടാൽ മതി. ഓക്കെ, യാ, വെരി ഗുഡ്. നോ ഇൻഫ്ലുവൻസ്, വെരി ഗുഡ് സൂര്യ. റീറ്റെയിൻ യൂറിൻ ആൻഡ് എംപ്റ്റീസ് യൂറിൻ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റീഡ്രോ ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ചെയ്യുക, ഇനി റീഡ്രോ ചെയ്യണം.
ഓക്കെ, ഈ ഒരു പിക്ചർ റീഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ന്യൂറോണിനെ റീഡ്രോ ചെയ്യാൻ അറിയുന്നതല്ലേ നിങ്ങൾക്ക്. ഓക്കെ, ന്യൂറോണിനെ റീഡ്രോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ റീഡ്രോ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ്രോ ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾ എക്സാമിന് എഴുതി കൊടുക്കണം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ടിപ്പ് കുറച്ച് ബൾജ് ഔട്ട് ചെയ്തിട്ട് വരയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മളുടെ സിനാപ്റ്റിക് നോബിനെ നമുക്ക് കാണിക്കണ്ടേ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. ദിസ് ഇസ് ദ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് ഒക്കെ മാർക്ക് ചെയ്ത് നിങ്ങളൊരു പെർട്ടിക്കുലർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരയ്ക്കണം. ഓക്കെ, ഇതിന് ചുറ്റും നിങ്ങൾ ആരെ വരയ്ക്കണം, ആക്സോണിനെയും കൂടെ വരയ്ക്കാൻ മറക്കരുത്. ന്യൂറോണിന് ചുറ്റും, ആക്സോണിന് ചുറ്റും ആരെ വരയ്ക്കണം, മൈലിൻ ഷീത്തിനെയും കൂടെ വരയ്ക്കണം. നമ്മുടെ ഇൻസുലേറ്റർ പോലെ നമ്മൾ ആക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ആളായിരുന്നു നമ്മുടെ മൈലിൻ ഷീത്ത്. ഓക്കെ, സോ ദിസ് വൺ ഇസ് ദ മൈലിൻ ഷീത്ത്. സോ ഇങ്ങനെ നിങ്ങൾ എക്സാമിന് റീഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ വരയ്ക്കണേ. ഓക്കെ, സോ ദ ഇമ്പൾസസ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് കൂടെ പറയണം. സോ ദ ഫസ്റ്റ് ഈ പാർട്ടിനെ നമ്മൾ ഡെൻഡ്രൈറ്റ് എന്നാണ് പറഞ്ഞത്. ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, then this one is cell body, this one is axon, this is axonite, this is synaptic knob. സിനാപ്റ്റിക് നോബിൻ്റെ ടിപ്പിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നത് ഏതായിരിക്കും, കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകും. അത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് ഹൗ യു വാണ്ട് ടു ലേബിൾ ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇങ്ങനെ നിങ്ങൾ വരയ്ക്കൂലേ ഒരു ന്യൂറോണിനെ റീഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ? ദിസ് ഇസ് ദ റീഡ്രോ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാ പാർട്സും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഐഡൻറ്റിഫൈ എ, ബി ആൻഡ് സി ഇൻ ദ ഗിവൺ ഇമേജ്. ഇനി നിങ്ങൾ പറ എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണ്, നിങ്ങൾ വേഗം പറഞ്ഞേ നോക്കട്ടെ നിങ്ങൾക്ക് അറിയുമോന്ന്. എ സിനാപ്റ്റിക് നോബ്, ബി ആക്സോൺ, സി ഡെൻഡ്രൈറ്റ് ആണോ? എ സിനാപ്റ്റിക് നോബ്, യാ വെരി ഗുഡ്, എ സിനാപ്റ്റിക് നോബ്. ഓക്കെ, ബി ആക്സോൺ, വെരി ഗുഡ്. സി ഡെൻഡ്രൈറ്റ് ആണോ നിങ്ങൾ കൊടുത്ത? യാ വെരി ഗുഡ്, ഡെൻഡ്രൈറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മൈലിൻ ഷീത്ത്? മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു അതും കൂടെ പറയൂ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മൈലിൻ ഷീത്ത് ദർ? എന്തൊക്കെയായിരുന്നു മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ? ഫസ്റ്റ്, ദേ ആക്ട് ആസ് ദ ഇൻസുലേറ്റർ. ദേ ആക്ട് ആസ് ഇൻസുലേറ്റേഴ്സ് ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരുന്നു? ട്രാൻസ്മിറ്റ്സ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ്. ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്, കുറച്ചും കൂടെ നല്ലതായിട്ട്. ഓക്കെ, ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ്, ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ്. ഇനി എന്ത് ചെയ്യും? മൂന്നാമത് പ്രൊവൈഡ് നറിഷ്മെൻ്റ് ആണ്. നറിഷ്മെൻറ്റ് ഒരു ഫങ്ഷനാണ്. ആൻഡ് ഫോർത്ത് വൺ, ഒരു ഫങ്ഷൻ കൂടിയുണ്ട്. എന്താണ്? പ്രൊട്ടക്ട് ദം ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. ക്ലിയർ അല്ലേ? 4 ഫങ്ഷൻസ് ആണ് ഇത്. നിങ്ങൾ എന്തായാലും എഴുതണം. യാ വെരി ഗുഡ് ഡേവിസ്. ഇൻസുലേഷൻ ഓഫ് ന്യൂറോൺ, നറിഷ്മെൻറ്റ്, ഫാസ്റ്റ് ഇമ്പൾസസ്, പ്രൊട്ടക്ഷൻ ഓഫ്. ഈ 4 ഫങ്ഷൻസ് ആണ് അവർക്കുള്ളത്. ഇത് കൃത്യം നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഈ 4 കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കണം. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദെയർ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. One of the components of the nervous system is illustrated below. Fill in the blanks. അതിൽ എ, ബി, സി ആൻഡ് ഡി പറയൂ ഗൈസ്. ഏതാണ്? പി എൻ എസിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എ, ബി ആൻഡ് സി. ഓക്കെ, സോ വാട്ട് ഇസ് എ, വാട്ട് ഇസ് ബി, വാട്ട് ഇസ് സി ആൻഡ് വാട്ട് ഇസ് ഡി? ആരായിരിക്കും എ, ബി, സി, ഡി? അറിയോ? ഓക്കെ, വാട്ട് ഇസ് എ എന്ന് പറയണം. ഇവിടെ സ്പൈനൽ നെർവ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? വാട്ട് വിൽ ബി ദാറ്റ്? എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണ്? ഓക്കെ, വാട്ട് വിൽ ബി എ, ബി, സി ആൻഡ് ഡി? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അറിയില്ല. എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് അറിയില്ല. സോ മിസ് പറയാം. എ എന്ന് പറയുന്നത് ക്രേനിയൽ നെർവാണ്. ഓക്കെ, ക്രേനിയൽ നെർവ്. ക്രേനിയൽ നെർവ് നമ്മൾ 12 പെയർസാണ് പറയാം. സ്പൈനൽ നെർവ് അപ്പോൾ എത്രയായിരിക്കും? 31 പെയർസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇത് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, അതിൽ വരുന്നത് പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സിമ്പത്തറ്റിക് ആയിരിക്കും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് വൺ ഇസ് ദ എമർജൻസി വൺ ആൻഡ് ദിസ് വൺ ഇസ് ദ റെസ്റ്റ് വൺ. ഓക്കെ, യാ വെരി ഗുഡ് ഡേവിസ്. ക്രേനിയൽ നെർവ് ആണ്, കറക്റ്റ് ആണ്, 12 പെയർസ് ആണ്. സ്പൈനൽ നെർവ് 31 പെയർസ് ആണ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് സി ആൻഡ് ദ ഡി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ അല്ലേ? യാ, ഡി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. വെരി ഗുഡ്. ഇനി ദ നെക്സ്റ്റ് വൺ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഫിഗറാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ അതേ ഫിഗേഴ്സാണ് എക്സാമിനും ചോദിച്ചു വരുന്നത്, ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നത്. ഈ ഒരു ഇമേജ് മിസ് നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് എ എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ ഇല്ലസ്ട്രേഷൻ. ഇതിൽ എ എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഇസ് സെക്രീറ്റഡ് ഫ്രം ദ എ ആൻഡ് ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ദിസ് കെമിക്കൽ. ഏതാണ്? ഏതാണ്? ദ ഇല്ലസ്ട്രേഷൻ ഗിവൻ ബിലോ ഇൻഡിക്കേറ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ഇവിടെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ വെൻ യു ലുക്ക് ഇൻ ടു ദിസ് ഇല്ലസ്ട്രേഷൻ, ഈ ഇല്ലസ്ട്രേഷനിൽ എ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ദെയർ. ആൻഡ് ബി ക്വസ്റ്റ്യനിൽ അവിടെ റിലീസ് ചെയ്യുന്ന ആ കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ് ആൻഡ് ഗിവ് എ പർട്ടിക്കുലർ നെയിം ഫോർ ദാറ്റ് വൺ കെമിക്കൽ ദെയർ. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യനാ. ദ പാർട്ട് ഓഫ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണോ? ഐഡൻറ്റിഫൈ ദ പാർട്ട് ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഇവിടെ കൊടുത്തിട്ടുള്ള ഇല്ലസ്ട്രേഷൻ എന്താണെന്നറിയോ ഗൈസ്? ദാറ്റ് പാർട്ട് ഏതാണെന്ന് വെച്ചാൽ സിനാപ്സ് ആണ്. സിനാപ്സ് ആണ് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ആക്ഷൻ. സോ ഇത് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾ സിനാപ്സ് എന്നാണ് പറയാം. ഓക്കെ, ഐഡൻറ്റിഫൈ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഇസ് സെക്രീറ്റഡ് ഫ്രം എ. എ എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബാണ്. ഓക്കെ, സിനാപ്റ്റിക് നോബാണ്. ഓക്കെ, ആൻഡ് ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഇസ് സെക്രീറ്റഡ് ഫ്രം എ. അതേതാ കെമിക്കൽ സബ്സ്റ്റൻസസ് വരിക? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ. ആൻഡ് ദാറ്റ് ന്യൂറോ ട്രാൻസ്മിറ്ററുടെ നെയിം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ കൊടുക്കാം? എസറ്റൈൽ കൊളൈനെ കൊടുക്കാം, അല്ലെങ്കിൽ ഏതാണ്? ഡോപ്പമൈൻ കൊടുക്കാം, അല്ലെങ്കിൽ എൻഡോർഫിൻ കൊടുക്കാം. ദാറ്റ് ഈസ് അബൌട്ട് യുവർ കൺസേൺ. ഏത് വേണമെങ്കിലും കൊടുക്കാം. എ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഐഡൻറ്റിഫൈ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഇസ് സെക്രീറ്റഡ് ഫ്രം എ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫ്രം എ എന്ന് നോക്കുമ്പോൾ എ ആരാണ്? സിനാപ്റ്റിക് നോബ. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുന്ന സെക്രീഷൻ ഏതാണ്? ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഓക്കെ, യാ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, വെരി ഗുഡ് ദേവസ്, കറക്റ്റ്. ദെൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ബോക്സിൽ എല്ലാവരെയും തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് സെലക്ട് ദം ഫ്രം ദാറ്റ്. ഓക്കെ, സോ സ്റ്റിമുലസ് ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്. എ എന്തായിരിക്കും വരിക? വാട്ട് ഇസ് എ? എ ഇസ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ. ബി സെൽ ബോഡി. സി ആക്സോൺ. ഡി ആക്സോണൈറ്റ്. ഡി ഏതാണ്? ആക്സോണൈറ്റ്. ഡി വരുന്നത് ആക്സോണൈറ്റ്. ഇ വരുന്നത് സിനാപ്റ്റിക് നോബ്. എഫ് വരുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ. Okay, then to the dendrite of the next neuron. Clear alle? Yeah. Very good. A dendron, B cell body, C axon. Yeah. D axonite. Yeah, very good. Okay. Then synaptic knob, E synaptic knob correct aanu. Pinne neurotransmitters aanu. Yeah, very good. Neurotransmitter, then dendrite of the next cell body. Okay. Yeah, very good. Davis correct aanu. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ. ഇതിൽ എ, ബി, സി ആൻഡ് ഡി ഏതാ നിങ്ങൾ പറയണം. എ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് വെച്ച് നോക്കട്ടെ. ഓക്കെ, ബി, സി നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, ബട്ട് യു ഷുഡ് സേ അബൌട്ട് വാട്ട് ഇസ് എ. ഓക്കെ, എ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, വാട്ട് ഇസ് എ? വാട്ട് ഇസ് എ ദെയർ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ബി, സി നിങ്ങൾക്കറിയാം, അതെനിക്കറിയാം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് എന്താണ്? സെൻസറി. ദിസ് ഇസ് സെൻസറി ഇമ്പൾസസ് ആണ്. ഓക്കെ, മോട്ടോർ ഇമ്പൾസസ്. ഡോസൽ റൂട്ട് ആകുമ്പോൾ യു നോ ദിസ് ഇസ് വെൻട്രൽ റൂട്ട്. ദെൻ വാട്ട് ഈസ് എ ഏതാണ്? അത് നിങ്ങൾ പറയണം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. വാട്ട് ഇസ് എ? എ അറിയോ?
വാട്ട് ഈസ് എ? എ ഇസ്, ആരെങ്കിലും പറയുമോ എ ആരാ? cerebrospinal fluid to the spinal cord. സോ where does the cerebrospinal fluid is seen on the spinal cord? സ്പൈനൽ കോഡിൽ ഏത് ഭാഗത്താണ് എ കാണുന്നത്? യു നോ ഇറ്റ്? ഏതാണ്? സെൻട്രൽ കനാൽ. ഓക്കെ, സെൻട്രൽ കനാൽ ഇസ് ദ ആൻസർ. ഓക്കെ, സെൻട്രൽ കനാലിൽ സ്പൈനൽ കോഡുള്ള, മീനിങ് സെൻട്രൽ കനാലല്ലേ സ്പൈനൽ കോഡിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉള്ള ഭാഗം. ഓക്കെ, സോ ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രെയിനിനെ പറ്റിയിട്ടാണ്. കണ്ടോ, റീഡ്രോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാ, വെരി ഗുഡ് ഡേവിസ്, സെൻട്രൽ കനാൽ. ഓക്കെ, റീഡ്രോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ യു ഷുഡ് റീഡ്രോ ദ ബ്രെയിൻ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ആണ്. എ ബി ആൻഡ് സി എന്ന് പറയുന്ന പാർട്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദ പാർട്ട് വിച്ച് മെയിൻറ്റെയിൻ ദ ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഏതാണ് ബാലൻസും ഇക്വിലിബ്രിയവും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദ പാർട്ട് വിച്ച് കൺട്രോൾ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദ പാർട്ട് വിച്ച് കൺട്രോൾ വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? വിച്ച് ഇസ് ദ ആൻസർ? ഓക്കെ, ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിനാണ്. ദാറ്റ് ഈസ് സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം. ദെൻ വിച്ച് കൺട്രോൾസ് ദ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാ? മെഡുല. മെഡുല ഒബ്ലാങ്കേട്ട. ഓക്കെ, ദാറ്റ് കൺട്രോൾസ് ദ വോളണ്ടറി ആക്ടിവിറ്റീസ്, സെറിബ്രം. ഓക്കെ, റൈറ്റ് വൺ ഓർ മോർ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദീസ് ഐഡൻറ്റിഫൈഡ് പാർട്സ്. ഇനി സെറിബെല്ലത്തിൻ്റെ അനാദർ ഫങ്ഷൻസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റി. ഓക്കെ, മസ്കുലാർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യും. പിന്നെ അതേപോലെ പ്രോപ്പർ പോസ്ചർ കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ പോസ്ചറും കൂടെ കൺട്രോൾ ചെയ്യുന്നു. ഇക്വിലിബ്രിയം നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, ഇനി കൺട്രോൾ ഹാർട്ട് ബീറ്റ്, അതാരാണ്? മെഡുല ഒബ്ലാങ്കേട്ട. ഓക്കെ, ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡൈജഷൻ കൺട്രോൾ ചെയ്യും. ഓക്കെ, അത് കൺട്രോൾ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എന്താണ്? ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നവരാണ്. ഇൻവോളണ്ടറി ആണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം. പിന്നെ സി പാർട്ട് എന്ന് പറയുമ്പോൾ സെറിബ്രം ആയിരുന്നു. ദാറ്റ് ഈസ് ക്രിട്ടിക്കലി ദാറ്റ് ഫോർ തിങ്കിങ്, ഇൻ്റലിജൻസ്, അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഇൻ്റലിജൻസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. സോ ഇതാണ് വൺ ഓർ മോർ ഫങ്ഷൻസ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് റീഡ്രോ ആൻഡ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രെയിൻ, ദാറ്റ് ഈസ് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂറോണിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. മിസ് വരച്ച് തരുന്നില്ല, നേരത്തെ മിസ് വരച്ചതുകൊണ്ട്. ദ പാർട്ട് വിച്ച് സെക്രീറ്റ് അസറ്റൈൽ കൊളിൻ ആരാണ്? നമ്മളുടെ സിനാപ്റ്റിക് ന്യൂബാണ്. ഓക്കെ, സിനാപ്റ്റിക് ന്യൂബാണ് ആൻസർ. ഓക്കെ, ദ പാർട്ട് വിച്ച് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. അതേതാണ്? അഡ്ജസൻറ്റ് ന്യൂറോൺ എന്ന് കിട്ടുന്നത് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ദ പാർട്ട് വിച്ച് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്, ദാറ്റ് ഇസ് ആക്സോൺ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചു വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദിസ് ആക്ഷൻ ഹിയർ? നമ്മൾ പറഞ്ഞിരുന്നു, ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദിസ് ആക്ഷൻ ഡെപ്പിക്റ്റിംഗ് ദർ? ഏതാണ്? ദിസ് ഇസ് റിഫ്ലെക്സ് ആക്ഷൻ. ഓക്കെ, റിഫ്ലെക്സ് ആക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓർ റിഫ്ലെക്സ് ആർക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഐഡൻറ്റിഫൈ എ ബി ആൻഡ് സി. എ ഏതാണ്? സെൻസറി ന്യൂറോൺ ആയിരുന്നു. ഓക്കെ, ബി ഏതാണ്? മോട്ടോർ ന്യൂറോൺ ആണ്. ആൻഡ് സി ഏതാണ്? ഇന്റർ ന്യൂറോൺ, ഓർ നമുക്ക് എന്ത് പറയാം? റിലേ ന്യൂറോൺ എന്നും കൂടി പറയാം. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ക്ലിയർ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയാൽ ഈ ഒരു ചാപ്റ്റർ പാത്ത് ഓഫ് ഇവല്യൂഷൻ നമ്മൾ വേഗം റിവൈസ് ചെയ്തു. പോസിബിളി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയും നിങ്ങൾക്കൊരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും. ഏതൊക്കെ പോർഷൻസ് ഇമ്പോർട്ടൻ്റ്ലി നോക്കണം എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലേ? ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ലിയർ എന്ന് പറയാം. ആൻഡ് യു ഷുഡ് കമൻറ്റ് ഇറ്റ്. ഓക്കെ, ഹൗ വാസ് ദ ക്ലാസ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ലൈവ് എൻഡ് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സ് ഓൺ ആകും. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആൻഡ് ദെൻ കമൻറ്റ്. ഓക്കെ, സോ ഐ വിൽ ഗിവ് യു എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? കമൻറ്റ് ദിസ്. ഓക്കെ, കമൻറ്റ് ദിസ്. ഹോംവർക്ക് കമൻറ്റ് ആണ്. ഒരു ഹോംവർക്ക് പോലെ കമൻറ്റ് ദിസ് ക്വസ്റ്റ്, കമൻറ്റ് ദിസ് ആൻസർ.
ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ആരാണ്? ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ദ പാർട്ട് വിച്ച് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ആരാണ്? ഓക്കെ, സെക്കൻഡ് ലാർജ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആരാണ്? ഇത് നിങ്ങൾക്കറിയാം. മിസ് ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറയാം. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഇസ് സെറിബെല്ലം അല്ലേ? ദിസ് ഇസ് സെറിബെല്ലം. ഓക്കെ, സോ ഈ ഒരു എ ആൻഡ് ബി നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് കമൻറ്റ് ഇറ്റ് ഔട്ട് ആൻഡ് ഹൗ വാസ് ദ ക്ലാസ് എന്ന് നിങ്ങൾ എഴുതുക. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ദ ഐഡിയ. ക്ലിയർ ആണോ? അപ്പോൾ ക്ലിയർ ആയി മിസ് വിശ്വസിക്കുന്നു. ക്ലിയർ ആയി നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. സോ ആഫ്റ്റർ ദിസ് ലൈവ് എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഗോ ആൻഡ് കമൻറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് അല്ലേ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യില്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വിൽ ബി കമ്മിങ് വിത്ത് നിങ്ങളുടെ 4th ചാപ്റ്ററൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ഇപ്പോൾ ബയോളജി മാത്രമല്ല, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മളിങ്ങനെ ലൈവ് വരുന്നുണ്ടാകും. സോ എപ്പോഴും നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു. ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.